നമസ്കാരം. പ്രധാന വാർത്തകൾ. പ്രവാസി വ്യവസായി രാജേഷ് കൃഷ്ണയ്ക്കെതിരായ ഗുരുതര പരാതി കിട്ടിയിട്ടും CPM സംരക്ഷിക്കാൻ ശ്രമിച്ചു. ആദ്യ പരാതി നൽകിയത് 2022 കോടിയേരിക്ക്. മധുര പാർട്ടി കോൺഗ്രസിൽ പ്രതിനിധിയാക്കിയത് 2024 സംസ്ഥാന നേതൃത്വത്തിന് നൽകിയ പരാതി മറച്ചുവെച്ചു. പല നേതാക്കൾക്കും രാജേഷ് പ്രിയപ്പെട്ട സഖാവ്. മന്ത്രിമാരാകാനുള്ള MP-മാരുടെ മോഹത്തെക്കുറിച്ചുള്ള ന്യൂസ് 18 വാർത്ത കോൺഗ്രസ് കേന്ദ്രങ്ങളിൽ സജീവ ചർച്ച. തീരുമാനിക്കാനുള്ള സമയമായിട്ടില്ലെന്ന് KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ്. പാലക്കാട്ട് മത്സരിക്കാൻ മോഹമില്ലെന്ന് ഷാഫി പറമ്പിൽ. കൂടുതൽ UDF MLA-മാരെ സഭയിലെത്തിക്കലാണ് തന്റെ ലക്ഷ്യമെന്നും ഷാഫി. KT ജലീൽ ജയിച്ചുവരുന്ന തവനൂർ സന്ദീപ് വാര്യരെ ഇറക്കി പിടിച്ചെടുക്കാൻ തന്ത്രമൊരുക്കി UDF. VT ബൽറാമും പരിഗണനയിൽ. സ്ഥാനാർത്ഥി മോഹത്തിൽ PT അജയ് മോഹൻ. സന്ദീപിനെയോ ബൽറാമിനെയോ ഇറക്കാനുള്ള ആലോചന മണ്ഡലത്തിലെ ഹിന്ദു വോട്ടുകൾ ഗുണം ചെയ്യുമെന്ന പ്രതീക്ഷ. പുതിയ തന്ത്രമൊരുക്കി BJP. നിയമസഭയിലേക്ക് സ്ഥാനാർത്ഥിയാകാൻ സാധ്യതയുള്ളവരെ തദ്ദേശ തെരഞ്ഞെടുപ്പ് ചുമതല ഏൽപ്പിക്കും. ഓരോരുത്തർക്കും 2 മണ്ഡലങ്ങൾ. മികവ് കാട്ടിയാൽ സ്ഥാനാർത്ഥി. ലക്ഷ്യം നേതാക്കൾക്ക് താഴെത്തട്ടിലുള്ള സ്വാധീനം പരിശോധിക്കാൻ. മുംബൈയിൽ അതിശക്തമായ മഴ. ഒറ്റ രാത്രി കൊണ്ട് പെയ്തത് 200 മില്ലിമീറ്ററിലേറെ. നഗരത്തിൽ പലയിടത്തും വലിയ വെള്ളക്കെട്ട്. ഗതാഗതം മുടങ്ങി. ട്രെയിനുകൾ വൈകി. മറാഠ്വാഡ മേഖലയിൽ 5 മരണം. ഒന്നേമുക്കാൽ വർഷത്തിലേറെയായി തുടരുന്ന ഗാസയിലെ യുദ്ധം അവസാനിപ്പിക്കാൻ വഴിയൊരുങ്ങുന്നു. വെടിനിർത്തൽ കരാർ തിരുത്തല്ലാതെ ഹമാസ് അംഗീകരിച്ചെന്ന് സൂചന. കരാറിലുള്ളത് 60 ദിവസത്തെ വെടിനിർത്തലും 10 ഇസ്രയേലി ബന്ദികളുടെ മോചനവും. വാർത്തകൾ വിശദമായി. രാജേഷ് കൃഷ്ണയ്ക്കെതിരെ ഗുരുതര ആരോപണങ്ങൾ അടങ്ങിയ പരാതി കിട്ടിയിട്ടും CPM അത് കാര്യമായി എടുത്തില്ല. 2024 മെയ്യിലാണ് ഷർഷാദ് രാജേഷ് കൃഷ്ണയ്ക്കെതിരെ CPM സംസ്ഥാന നേതൃത്വത്തിന് പരാതി നൽകിയത്. 1 വർഷത്തിനപ്പുറം മധുര പാർട്ടി കോൺഗ്രസിൽ രാജേഷ് കൃഷ്ണയെ പ്രതിനിധിയാക്കിയത് ഈ പരാതി മറച്ചുവെച്ചാണ്. രാജേഷ് കൃഷ്ണയ്ക്ക് പാർട്ടിയിലുള്ള സ്വാധീനവും നേതൃത്വത്തിലെ ഒരു വിഭാഗത്തിന് രാജേഷ് കൃഷ്ണയിലുള്ള വിശ്വാസവുമാണ് ഇതിലൂടെ വ്യക്തമാകുന്നത്. രാജേഷ് കൃഷ്ണയ്ക്കെതിരെ ഒന്നിലേറെ പരാതികളും മുന്നറിയിപ്പുകളും CPM നേതൃത്വങ്ങൾ ലഭിച്ചിരുന്നത് വ്യക്തമാണ്. 2022 ആദ്യമായി ഒരു പരാതി ഷർഷാദ് അന്നത്തെ സംസ്ഥാന സെക്രട്ടറി ആയിരുന്ന കോടിയേരി ബാലകൃഷ്ണൻ നൽകുന്നത്. ഇപ്പോൾ ഉയർന്നു വന്ന ആരോപണങ്ങളെല്ലാം അതിലും ഉണ്ടായിരുന്നു. അതായത് ഇയാൾ CPM നേതാക്കളെ ദുരുപയോഗം ചെയ്ത് CPM നേതാക്കളുമായി ബന്ധം ദുരുപയോഗം ചെയ്താണ് ഇയാൾ പല തട്ടിപ്പുകളും നടത്തുന്നത്. പാർട്ടി അംഗമെന്ന നിലയിലും അതുപോലെ ലോക കേരള സഭാ അംഗമെന്ന നിലയിലും ഒക്കെ പല നേട്ടങ്ങളും ഉണ്ടാക്കുന്നു. അത് പാർട്ടി നേതാക്കളുടെ പേര് പറഞ്ഞാണ് ഇത്തരം കാര്യങ്ങൾ ഇയാൾ ദുരുപയോഗിക്കുന്നതെന്നാണ് അന്ന് പരാതിയിൽ പറഞ്ഞ കാര്യം. വളരെ ഗൗരവത്തോടുകൂടി തന്നെ കോടിയേരി ബാലകൃഷ്ണൻ വിഷയം പരാതി കത്ത് എടുത്തുവെന്നും വ്യക്തമാണ്. കണ്ണൂർ പാർട്ടി കോൺഗ്രസ് തൊട്ടു മുമ്പാണ് പരാതി കോടിയേരിക്ക് ലഭിക്കുന്നത്. കോടിയേരി CPM-ന്റെ കേന്ദ്ര നേതൃത്വ വിവരം അറിയിക്കുകയായിരുന്നു. അങ്ങനെയാണ് 2022 ഇയാൾ കണ്ണൂർ പാർട്ടി കോൺഗ്രസിൽ ഓവർസീസ് പ്രതിനിധിയെ പങ്കെടുക്കേണ്ടതായിരുന്നു. പക്ഷേ കോടിയേരി കത്ത് കേന്ദ്ര നേതൃത്വം കൈമാറുകയും വിവരം അറിയിക്കുകയും ചെയ്തതോടുകൂടി ആ സാധ്യത അടയുകയായിരുന്നു. പിന്നീട് CPM 2024 ഷർഷാദ് അടുത്ത കത്ത് CPM സംസ്ഥാന സമിതിക്ക് അടക്കം സംസ്ഥാന സെക്രട്ടറിക്കും സംസ്ഥാന സമിതി അംഗങ്ങൾക്കും അതുപോലെ തന്നെ കേന്ദ്ര നേതാക്കൾക്ക് സീതാറാം യെച്ചൂരിയും പ്രകാശ് കാരാട്ടും അടക്കമുള്ള കേന്ദ്ര നേതാക്കൾക്കുമൊക്കെ ഈ വിഷയം ഉയർത്തി വീണ്ടും കത്ത് നൽകിയത്. അത് നൽകാനുണ്ടായ സാഹചര്യം ഒരു ഓൺലൈൻ മാധ്യമത്തിൽ MV ഗോവിന്ദനും മകനുമെതിരെ അടക്കം ആരോപണം ഉന്നയിച്ച് അന്ന് ഷർഷാദ് രംഗത്ത് വന്നിരുന്നു. അത് രാജേഷ് കൃഷ്ണ പറഞ്ഞ പ്രകാരമാണ് താൻ അത്തരത്തിൽ ഒരു പരാമർശം നടത്തിയത് എന്ന ഖേദപ്രകടനത്തോടു കൂടിയുള്ള കത്താണ് അന്ന് ഷർഷാദ് നൽകിയത്. അതിനുശേഷം ഇത് CPM-ന്റെ കേന്ദ്ര നേതൃത്വത്തിന് മുമ്പിൽ പരാതി ഉണ്ടായിരുന്നു. പക്ഷേ അതൊക്കെ മറച്ചുവെച്ചുകൊണ്ടാണ് 2025 മധുര എന്ന പാർട്ടി കോൺഗ്രസ് ഇയാളെ പ്രതിനിധിയാക്കാൻ തീരുമാനിച്ചത്. പക്ഷേ ഒരു മുന്നറിയിപ്പ് അന്ന് പോളിറ്റ് ബ്യൂറോ നൽകിയിരുന്നു. ഇയാൾ UK ഘടകത്തിന്റെ സെക്രട്ടറി ആക്കാൻ നീക്കങ്ങൾ നടത്തിയിരുന്നു. ഒരു കാരണവശാലും രാജേഷ് കൃഷ്ണയ്ക്കെതിരെ ഇത്തരം പരാതിയുള്ള സാഹചര്യത്തിൽ അയാളെ സെക്രട്ടറി ആക്കരുതെന്ന നിർദ്ദേശം PB നൽകി. ബ്രിട്ടൻ UK സമ്മേളനത്തിൽ പങ്കെടുത്ത അശോക് ദാവലെ അക്കാര്യം റിപ്പോർട്ട് ചെയ്യുകയും അങ്ങനെ ഇയാളെ പാർട്ടി സെക്രട്ടറി ആകുന്നതിൽ നിന്ന് തടയുകയും ചെയ്തു. പക്ഷേ സമ്മേളന പ്രതിനിധി ലിസ്റ്റിൽ ഇയാളും ഉൾപ്പെട്ടു. അങ്ങനെയാണ് മധുരയിലേക്ക് ഇദ്ദേഹം ഈ രാജേഷ് കൃഷ്ണ വരുന്നത്. പക്ഷേ ഈ പ്രതിനിധി സമ്മേളനം ആരംഭിക്കുന്നതിന് തൊട്ട് തലേ ദിവസം CPM പോളിറ്റ് ബ്യൂറോ അംഗം അശോക് ധാവ്ലെക്ക് ഒരു പരാതി കൂടി ഷർഷാദ് നൽകി. ആ പരാതി ചർച്ച ചെയ്താണ് കേന്ദ്ര കമ്മിറ്റി യോഗം
ഇയാളെ പ്രതി പട്ടികയിൽ നിന്ന് ഒഴിവാക്കിയത്, സമ്മേളനത്തിൽ പങ്കെടുക്കുന്ന നിർദ്ദേശം നൽകിയതും. ഏതായാലും ഇത്തരം പരാതികൾ ഉണ്ടായിട്ട് പോലും അയാൾ വീണ്ടും CPM നേതാക്കളുമായി അടുത്ത് നിൽക്കുന്നതാണ് ഒരു ദുരൂഹമായി തുടരുന്നത്. ആരാണ് ഇയാളെ സംരക്ഷിക്കുന്നത്? കോടിയേരി ബാലകൃഷ്ണൻ 2022 തന്നെ ഇയാൾക്കെതിരെ പരാതിയുടെ ഗൗരവം മനസ്സിലായിരുന്നു. CPM കേന്ദ്ര നേതൃത്വവും തിരിച്ചറിഞ്ഞാണ്. എന്നിട്ടും എങ്ങനെ ഇയാൾ 2025-ൽ പാർട്ടി കോൺഗ്രസിലെ പ്രതിനിധിയായി എന്ന കാര്യമാണ് ഇപ്പോൾ വലിയ ദുരൂഹമായി തുടരുന്നത്. ഈ കത്തൊക്കെ ഷർഷാദ് ഈ കത്തൊന്നും കാര്യമില്ല നേതാക്കൾ പരസ്യമായി പറയുമ്പോഴും വലിയ ആശങ്കകൾ, വലിയ അതൃപ്തി CPM-ന്റെ നേതൃഘടകങ്ങൾ തന്നെ ഉണ്ട്. ആരാണ് ഇയാളെ സംരക്ഷിക്കുന്നത് എന്ന ചോദ്യമാണ് ഉയർന്നു വരുന്നത്. ഏതായാലും പൊളിറ്റ് ബ്യൂറോ യോഗം ചേരുമ്പോൾ ഈ വിഷയത്തിൽ കൂടുതൽ ചർച്ചകൾ ഉണ്ടാകാൻ തന്നെ സാധ്യതയുണ്ട്. ഇയാളെ സംരക്ഷിക്കുന്നത് ആരെ? എന്തുകൊണ്ട് കേന്ദ്ര നേതൃത്വത്തിന് മുമ്പാകെ വന്ന കത്ത് സംസ്ഥാന നേതൃത്വത്തിന് കൈമാറിയിട്ടും അവിടെ സംസ്ഥാന സമിതിയിലോ സംസ്ഥാന സെക്രട്ടറിയിലോ ചർച്ച പോലും കൂടാതെ ഈ വിഷയം മറച്ചുവെച്ചു? ആരാണ് അതിന്റെ പിന്നിലുള്ള ചോദ്യം ഇപ്പോൾ ശക്തമായി തന്നെ ഉയർന്നു വരികയാണ്. രാജേഷ് കൃഷ്ണയ്ക്കെതിരെ 2022-ൽ PBക്ക് പരാതി നൽകിയിട്ടും പാർട്ടി ഒരു നടപടിയും എടുത്തില്ലെന്ന് പരാതിക്കാരനായ മുഹമ്മദ് ഷർഷാദ്. 2025-ലെ മധുര പാർട്ടി കോൺഗ്രസിൽ രാജേഷ് കൃഷ്ണയെ പ്രതിനിധിയാക്കി ഇതറിഞ്ഞാണ് 2022-ലെ അതേ പരാതി വീണ്ടും നൽകിയത്. ഈ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് രാജേഷ് കൃഷ്ണയെ പാർട്ടി കോൺഗ്രസിൽ നിന്ന് പുറത്താക്കിയതെന്നും ഷർഷാദ് ന്യൂസ് 18 പ്രൈം ഡിബേറ്റിൽ പറഞ്ഞു. ശ്രീ ഷർഷാദ്, ഇവിടെ പറയുന്നത് ഇപ്പോഴത്തെ പ്രതിരോധം എന്ന് പറയുന്നത് താങ്കൾ കൊടുത്ത പരാതി ഉണ്ടല്ലോ, 2022-ൽ കൊടുത്ത പരാതി, അത് ശരിക്കും എന്തായിരുന്നു? ഒരു കവറിംഗ് ലെറ്റർ മാത്രമായിരുന്നോ അതോ അതോടൊപ്പം കുറേയേറെ രേഖകളും ഉൾപ്പെടുന്നതായിരുന്നോ? ഇപ്പോൾ കോടതിയിൽ എത്തിയിരിക്കുന്നു, ഡൽഹി ഹൈക്കോടതിയിൽ എത്തിയത് ഈ കത്തും രേഖകളും എല്ലാം ചേർന്ന ഒന്നാണോ അതോ ഈ വെറും ഈ പറയുന്ന കത്ത് മാത്രമാണോ? അതാണെങ്കിൽ നേരത്തെ സർക്കുലേറ്റ് ചെയ്തത് തന്നെയാണെന്നാണ് പാർട്ടി നേതാക്കൾ പറയുന്നത്. രാജേഷ് ഇന്നത് പറയുകയും ചെയ്തിരുന്നു. MP രാജേഷ്. അല്ല, ഇതിൽ ഞാൻ 2022-ൽ കൊടുത്ത കത്ത് എന്ന് പറയുന്നത് ഒരു അത്യാവശ്യം കുറച്ച് എവിഡൻസ് ഒക്കെ ചേർത്തിട്ടായിരുന്നു കൊടുത്തിരുന്നത്. അത് മലയാളത്തിലുള്ള ലെറ്റർ ആയിരുന്നു, ഇംഗ്ലീഷിലുള്ള ലെറ്റർ അല്ല. മലയാളത്തിലുള്ള ലെറ്റർ ആയിരുന്നു, ഇംഗ്ലീഷിലുള്ള ലെറ്റർ അല്ല. ആ ലെറ്റർ കിട്ടിയതിൻ്റെ അടിസ്ഥാനത്തിലാണ് കോടിയേരി അന്ന് ഇദ്ദേഹത്തിൻ്റെ അടുത്ത് അകലം പാലിക്കണമെന്നുള്ള ഇൻസ്ട്രക്ഷൻ കൊടുക്കുകയും ചെയ്യപ്പെട്ടതും അതിനുശേഷം കുറച്ചു കാലം പാർട്ടിയിൽ നിന്ന് മാറ്റി നിർത്തപ്പെടുകയും ചെയ്തു. പിന്നീട് പാർട്ടി സെക്രട്ടറി മാറിയ സമയത്ത് പൂർവാധിക ശക്തിയോട് കൂടിയിട്ട് തിരിച്ചു വരുന്നതാണ് നമ്മൾ കണ്ടത്. അപ്പോൾ അത് ആയിട്ട് ബന്ധപ്പെട്ട് വീണ്ടും പാർട്ടി കോൺഗ്രസ്സിൽ ഇദ്ദേഹത്തിനകത്ത് പ്രതിനിധിയായി തിരഞ്ഞെടുത്തെന്ന് കണ്ടപ്പം UK നിന്നാണ് എനിക്ക് ഇൻഫർമേഷൻ കിട്ടുന്നത്. അവിടെ നിന്നുള്ള കുറച്ച് ഇദ്ദേഹത്തിൻ്റെതായ സുഹൃത്തുക്കളും സഹപ്രവർത്തകരും ചേർന്നിട്ട് എങ്ങനെയെങ്കിലും ഇത് തടയണം, നമുക്കൊക്കെ അപമാനമാണ്, നിങ്ങളുടെ കയ്യിലുള്ള എവിഡൻസ് ഒക്കെ വെച്ച് നിങ്ങൾ എങ്ങനെയെങ്കിലും ഈ ന്യൂസ് ഒന്ന് PBയിൽ എത്തിക്കണം. അപ്പോൾ PBയിൽ എത്തിക്കാൻ എനിക്ക് കേരള സ്റ്റേറ്റിൽ നിന്ന് ഒരു സപ്പോർട്ടും കിട്ടില്ല എന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. അപ്പോൾ ഞാൻ പിന്നെ എന്തെങ്കിലും ഒരു വഴിയിൽ തന്നെ എനിക്ക്, കാരണം ഇവൻ പാർട്ടി കോൺഗ്രസ്സിൽ കൂടെ പങ്കെടുത്തു കഴിഞ്ഞാൽ കൂടുതൽ ഇവൻ ശക്തനാവുകയാണ് പാർട്ടിയുടെ ഇടയിൽ. അപ്പോൾ ഒരു തട്ടിപ്പ് വീരൻ പാർട്ടിൻ്റെ ഇടയിൽ ഇങ്ങനെ വളർന്നു വരുമ്പോൾ നമുക്കൊക്കെ വലിയ പ്രയാസമുണ്ട്. അപ്പോൾ ഞാൻ എൻ്റേതായ സോഴ്സിൽ കൂടെ തമിഴ്നാട് സ്റ്റേറ്റ് കമ്മിറ്റി മുഖേന അശോക് ധവാളജീനെ ബന്ധപ്പെടുകയും അദ്ദേഹം പേഴ്സണലായിട്ട് മെയിൽ ID തരികയും ആ മെയിൽ IDയിൽ എൻ്റെ അടുത്ത് പറഞ്ഞു മലയാളം കിട്ടിയതിനെ കൊണ്ട് എനിക്ക് കാര്യമില്ല, ഇംഗ്ലീഷ് വേണമെന്നുള്ളത്. അപ്പോൾ ഇംഗ്ലീഷ് ഞാനത് മണിക്കൂറുകളോളം ഇരുന്ന് ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടാണ് ഇംഗ്ലീഷ് ഞാൻ കൊടുത്തത് അദ്ദേഹത്തിന്. ആ ഇംഗ്ലീഷിൽ കൊടുത്ത സംഗതിയാണ് ഇപ്പം ഈ എവിഡൻസ് ആയിട്ട് കൊടുത്തിരിക്കുന്നത്. CPM-നെതിരെ ഉയരുന്നത് അൽപായുസ് മാത്രമുള്ള വിവാദങ്ങളെന്ന P. ജയരാജൻ. കത്ത് വിവാദം അത്തരത്തിലൊന്നാണ്. ബിരിയാണി ചെമ്പിൽ സ്വർണം കടത്തിയെന്ന് പറഞ്ഞ വലതുപക്ഷ മാധ്യമങ്ങളാണ് വിവാദത്തിന് പിന്നിലെന്നും ജയരാജൻ കുറ്റപ്പെടുത്തി. CPM-നെതിരെ കേരളത്തിലെ വലതുപക്ഷ മാധ്യമങ്ങൾ ഇങ്ങനെ അൽപായുസുള്ള വിവാദങ്ങൾ ഉയർത്തിക്കൊണ്ടുവരും. അതേപോലെ ഈ കത്ത് വിവാദവും അൽപായുസ് മാത്രമുള്ളൊരു കാര്യമായി കെട്ടടങ്ങും. അതാണ് സംബന്ധിച്ച് പറയുന്നത്. അതെ, പലതും പറയും. നിങ്ങൾ ബിരിയാണി ചെമ്പിൽ സ്വർണം കടത്തിയെന്ന് അപവാദം പ്രചരിപ്പിച്ചവരാണ് കേരളത്തിലെ വലതുപക്ഷ മാധ്യമങ്ങൾ. അപ്പോൾ ആ മാധ്യമങ്ങൾ CPM വിരുദ്ധ വാർത്തകൾ ഇങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കും, അതിന് അവസാനം ഉണ്ടാകും. കത്ത് വിവാദത്തിൽ ഒരുപാട് ദുരൂഹതകളുണ്ടെന്ന പ്രതിപക്ഷ നേതാവ് VD സതീശൻ. പാർട്ടി സെക്രട്ടറിയുടെ മകനെതിരെയാണ് ആരോപണം. എന്നാൽ CPM നേതാക്കൾ മറുപടി പറയുന്നില്ല. രാജേഷ് കൃഷ്ണ കേരളത്തിലെ പദ്ധതികളുടെ ഇടനിലക്കാരനാണോ എന്ന് വ്യക്തമാക്കണമെന്നും പ്രതിപക്ഷ നേതാവ് പറഞ്ഞു. എന്താണ് ഇയാളുടെ റോള്? അല്ല, മുഖ്യമന്ത്രി ലണ്ടനിൽ പോയി മറ്റേ ലോൺ എടുക്കാൻ വേണ്ടി പോയ സമയത്ത് കിഫ്ബിയിൽ മണിയടിക്കാൻ പോയ സമയത്ത് എന്താണ് ഇയാളുടെ പ്രസക്തി? എന്താണ് പ്രവാസി ചിട്ടി ഫണ്ടുമായി ബന്ധപ്പെട്ട് ഇയാളുടെ പ്രസക്തി എന്താണ്? ഇയാൾ ചെന്നൈയിൽ കമ്പനി രൂപീകരിച്ചിട്ട് ആ കമ്പനിയിൽ നിന്ന് ഇവരുടെ അക്കൗണ്ടിലേക്ക് പൈസ അയക്കേണ്ട ആവശ്യം എന്താ? അപ്പോൾ ഇയാളൊരു കോൺട്രവേഴ്സ്യൽ ആയിട്ടുള്ള ആളാണ്.
ഒരു അവതാരമാണ് ശ്രീ പിണറായി വിജയൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ. ഞാൻ ഇപ്പോൾ പറയുന്നില്ല, ഈ സർക്കാരിൻ്റെ കാലത്തുണ്ടായ അവതാരങ്ങളുടെ എണ്ണം എടുത്തുകൊണ്ടിരിക്കുക. ഞാനൊരു വിരലുണ്ടാവുന്ന അല്ല പേരുകൾ, ഒരുപാട് പേരുകൾ. അതിൽ ഏറ്റവും അവസാനം വന്നിരിക്കുന്ന അവതാരമാണ് രാജേഷ് കൃഷ്ണ. കത്ത് വിവാദത്തിൽ CPM നേതൃത്വത്തിന്റെയും മുഖ്യമന്ത്രിയുടെ മൗനം ദുരൂഹമെന്ന് MT രമേശ്. പരാതി യഥാർത്ഥമാണോ എന്ന് പറയേണ്ടത് CPM ആണെന്ന് MT രമേശ് പറഞ്ഞു. CPM-ന്റെ നേതൃത്വവും മുഖ്യമന്ത്രിയും കാണിക്കുന്ന മൗനം ദുരൂഹമാണ്. അവർ പറയണം. ഈ പരാതി ഇപ്പോൾ സുപ്രീം കോടതിയിൽ രാജേഷ് കൃഷ്ണൻ സമർപ്പിച്ചിട്ടുള്ള ഹർജിയിൽ അദ്ദേഹം അതിന്റെ കൂടെ ചേർത്തിട്ടുള്ള പോളിറ്റ് ബ്യൂറോക്ക് കിട്ടിയിട്ടുള്ള പരാതി ഉണ്ടല്ലോ. മലയാളിയുടെ പ്രിയ നടൻ മമ്മൂട്ടി മടങ്ങി വരുന്നു. ആരോഗ്യ പ്രശ്നങ്ങളെല്ലാം പൂർണ്ണമായി മാറി. ലോകം എമ്പാടുമുള്ള ഒരുപാട് പേരുടെ പ്രാർത്ഥനയ്ക്ക് ഫലം കണ്ടു. ദൈവമേ നന്ദി എന്നാണ് നിർമ്മാതാവും മമ്മൂട്ടിയുടെ അടുത്ത സുഹൃത്തുമായ ആൻഡ്രോ ജോസഫ് ഫേസ്ബുക്കിൽ കുറിച്ചിരിക്കുന്നത്. ചെന്നൈ അപ്പോളോ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു മമ്മൂട്ടി. വിവരങ്ങളുമായി നവമി ദിനേശ് ചേരുകയാണ്. നവമി, മലയാളി പ്രേക്ഷകരെ സംബന്ധിച്ചിടത്തോളം, സിനിമ ആരാധകരെ, മമ്മൂട്ടി ആരാധകരെയൊക്കെ സംബന്ധിച്ചിടത്തോളം വലിയ ആശ്വാസവും സന്തോഷവും പകരുന്ന വാർത്തയാണ്. എന്തൊക്കെയാണ് അദ്ദേഹം ഇപ്പോൾ നമുക്ക് ലഭ്യമാകുന്ന വിവരങ്ങൾ എന്തൊക്കെയാണ്? അല്പസമയം മുമ്പാണ് അദ്ദേഹത്തിന്റെ പ്രിയപ്പെട്ട സുഹൃത്തും സന്തത സഹചാരിയും നിർമ്മാതാവുമായിട്ടുള്ള ആൻഡ്രോ ജോസഫ് തന്റെ സോഷ്യൽ മീഡിയയിലൂടെ ദൈവത്തിന് നന്ദി എന്ന് അറിയിച്ചുകൊണ്ടുള്ള ഒരു കുറിപ്പ് ഇട്ടിരിക്കുന്നത്. കഴിഞ്ഞ ഒരു ഇടവേളയായി, കുറച്ച് നാളുകളായി നമ്മുടെ പ്രിയപ്പെട്ട നടൻ മമ്മൂട്ടി ചില ആരോഗ്യ പ്രശ്നങ്ങളെ തുടർന്ന് ഈ സിനിമയിൽ നിന്നും ഒന്ന് വിട്ടുനിന്നിരുന്നു. അദ്ദേഹം ചെയ്തു വെച്ചിരുന്ന പല പ്രൊജക്ടുകളും പാതി വഴിയിൽ നിർത്തിക്കൊണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ ചില ആരോഗ്യ പ്രശ്നങ്ങൾ രൂക്ഷമായതിനെ തുടർന്ന് അതിന്റെ ചികിത്സയ്ക്ക് വേണ്ടി ചെന്നൈയിലേക്ക് മാറിയത്. ഇപ്പോഴെന്തായാലും അതിനു വേണ്ടിയിട്ടുള്ള ചികിത്സയുടെ ടെസ്റ്റുകളുടെ ഫലം വന്നിരിക്കുന്നു. അതിലെല്ലാം നെഗറ്റീവ് തന്നെയാണ്. അദ്ദേഹത്തിന് മറ്റ് ആരോഗ്യ പ്രശ്നങ്ങളൊന്നുമില്ല. ഇനി കുറച്ച് നാളുകൂടി റെസ്റ്റ് വേണ്ടിവരുമെന്ന് മാത്രമാണ് ഡോക്ടർ പറഞ്ഞിരിക്കുന്നത്. അതിനുശേഷം അദ്ദേഹം ചെയ്യാനുള്ള പുതിയ പ്രോജക്റ്റുകളിലേക്ക് വീണ്ടും സജീവമാകും എന്നാണ് അറിയുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ കാണുന്നതാണ്, അധികം അദ്ദേഹം സജീവമായിരുന്നില്ല. ഈ അടുത്ത അമ്മയുടെ തെരഞ്ഞെടുപ്പിനും അദ്ദേഹം എത്തിയിരുന്നില്ല. ഒപ്പം അദ്ദേഹത്തിന്റെ പ്രിയ ഗുരുനാഥനായിട്ടുള്ള MK സാനുമാഷ് മരിച്ചപ്പോഴോ VS മരിച്ചപ്പോഴോ ഒന്നും തന്നെ അദ്ദേഹത്തെ കണ്ടിരുന്നില്ല. സാധാരണ ഈ ഇടങ്ങളിലെല്ലാം തന്നെ അദ്ദേഹം സജീവമാകുന്ന ആളാണ്, അവർക്കൊക്കെ വേണ്ടി വരുന്ന ആളാണ്. പക്ഷെ ഈ അടുത്തിടയ്ക്കായി ആരോഗ്യ പ്രശ്നങ്ങളെ തുടർന്ന് അദ്ദേഹം കുടുംബവുമായി ചെന്നൈയിൽ തന്നെയായിരുന്നു താമസം. അവിടെ വെച്ചായിരുന്നു ചികിത്സയും മറ്റ് കാര്യങ്ങളും ഒക്കെ നടന്നുകൊണ്ടിരുന്നത്. വിദേശത്ത് നിന്നുള്ള ഒരു വിദഗ്ധ ഡോക്ടർ തന്നെ എത്തിയാണ് അദ്ദേഹത്തെ ചികിത്സിക്കുകയും ഈ അദ്ദേഹത്തിനുള്ള വേണ്ട വിശ്രമവും എല്ലാം നിർദ്ദേശിക്കുകയും ഒക്കെ ചെയ്തത്. എന്തായാലും അതിനൊക്കെ ഒരു വിരാമമായിരിക്കുകയാണ്. കുറച്ചു നാളുകൂടി മമ്മൂട്ടിക്ക് ഒരു റെസ്റ്റ് വേണ്ടിവരും. അതിനുശേഷം അദ്ദേഹം വീണ്ടും സിനിമയിലേക്ക്, മലയാള സിനിമയിൽ സജീവമാകുമെന്നാണ് അദ്ദേഹത്തുമായി ചേർന്ന് നിൽക്കുന്ന ആളുകൾ വ്യക്തമാക്കുന്നത്. എപ്പോഴും നമ്മൾ അദ്ദേഹത്തിന്റെ സ്റ്റൈലിനെ കുറിച്ച്, പ്രായത്തെ വെല്ലുന്ന സ്റ്റൈലിനെ കുറിച്ച് സംസാരിക്കാറുണ്ട്. ഈ ന്യൂജൻ കുട്ടികളെക്കാൾ അദ്ദേഹം ആ കാര്യങ്ങളിലൊക്കെ വളരെയധികം ശ്രദ്ധിച്ചിരുന്ന ആളാണ്. ആരോഗ്യപരമായി വളരെയധികം ശ്രദ്ധിച്ചിരുന്ന ആളാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ വിശ്രമം നമ്മളെയൊക്കെ വലിയ രീതിയിൽ ആശങ്കപ്പെടുത്തിയിരുന്നു, വലിയ വിഷമം ഉണ്ടാക്കിയിരുന്നു. ഇപ്പോൾ തിരിച്ചുവരവെന്ന് പറയുമ്പോൾ കഴിഞ്ഞ ദിവസം ഈ കളങ്കാവലിന്റെ ഒക്കെ പുതിയ പോസ്റ്ററൊക്കെ റിലീസായിരുന്നു. അതിലൊക്കെ ഈ പ്രാർത്ഥനയൊക്കെ കാണുന്നുണ്ടായിരുന്നു അല്ലേ? അതെ അശ്വതി, കാരണം മലയാളത്തിന്റെ നമ്മൾ ഇപ്പോഴും പറയുന്ന മലയാള സിനിമ എന്ന് പറയുമ്പോൾ നമ്മൾ പറയുന്ന രണ്ട് പ്രധാനപ്പെട്ട പേര് മമ്മൂട്ടി, മോഹൻലാൽ എന്നാണ്. അത് കഴിഞ്ഞിട്ടേ നമ്മൾ മറ്റു നടന്മാരെ കുറിച്ചോ ഒക്കെ സംസാരിക്കുകയുള്ളൂ. അത്രയേറെ മലയാളി പ്രേക്ഷകർക്ക് അല്ലെങ്കിൽ ഇന്ത്യൻ സിനിമയിൽ തന്നെ പ്രധാനപ്പെട്ട രണ്ട് താരങ്ങളാണ് മോഹൻലാലും മമ്മൂട്ടിയും. അതിൽ മമ്മൂട്ടിയാണ് എനിക്ക് തോന്നുന്നു ഇപ്പോഴും അദ്ദേഹത്തിന്റെ പ്രായത്തെ പോലും അവഗണിച്ചുകൊണ്ടുള്ള ഇപ്പോഴത്തെ കുട്ടികളുമായിട്ട് മത്സരിച്ച് നിൽക്കുന്ന ഒരു വ്യക്തി തന്നെയാണ് മമ്മൂട്ടി. അദ്ദേഹത്തിന്റെ സ്റ്റൈലിലായിക്കോട്ടെ, അദ്ദേഹത്തിന്റെ ആരോഗ്യകാര്യം, അദ്ദേഹത്തിന്റെ സൗന്ദര്യ പരിപാലനം, ഇതെല്ലാം തന്നെ എപ്പോഴും നമ്മൾ ചർച്ച ചെയ്യുന്ന കാര്യമാണ്. ഒരു പുതിയ സ്റ്റൈലിൽ ഒരു ഫോട്ടോ ഇട്ട് അദ്ദേഹം തന്റെ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ഇട്ട് കഴിഞ്ഞാൽ മില്യൺ ലൈക്കുകളും ഷെയറുകളുമാണ് ഉണ്ടാകുന്നത്. അത്രയേറെ അപ്ഡേറ്റഡ് ആയിട്ടുള്ള ഒരു മനുഷ്യൻ തന്നെയായിരുന്നു മമ്മൂട്ടി. അദ്ദേഹം കുറച്ച് കാലമായി സിനിമയിൽ നിന്ന് മാറി നിൽക്കുമ്പോൾ തന്നെ പ്രേക്ഷകർക്ക് വലിയ ആശങ്കയായിരുന്നു, വീണ്ടും സിനിമയിലേക്ക് വരില്ലേ, അദ്ദേഹത്തിന് ആരോഗ്യ പ്രശ്നങ്ങൾ കളക്ടലായിട്ടുണ്ടോ, അങ്ങനെ നിരവധി ചോദ്യങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷെ അതിൽ നിന്നൊക്കെ നമുക്ക് ആശ്വാസമായി തന്നെ ഇപ്പോൾ മമ്മൂട്ടി മലയാള സിനിമയിലേക്ക് തിരിച്ചു വരുന്നു. അദ്ദേഹത്തിന്റെ ആരോഗ്യ പ്രശ്നങ്ങൾ മാറിയിട്ടുണ്ട്. ചില അസുഖങ്ങൾ ഉണ്ടായിരുന്നു, അതെല്ലാം മാറി. അതിന്റെ ടെസ്റ്റും ബാക്കി വിവരങ്ങളും ഒക്കെ വരുമ്പോൾ അദ്ദേഹത്തിന് റെസ്റ്റ് ഇനി മാത്രം മതിയാവും. ബാക്കി എല്ലാ അസുഖങ്ങളും നെഗറ്റീവായിട്ട് ഉണ്ട് എന്ന് തന്നെയാണ്, നെഗറ്റീവായിട്ടുള്ള റിസൾട്ട് തന്നെയാണ്
ലഭിച്ചിരിക്കുന്നതെന്ന് അദ്ദേഹത്തിന് ഒപ്പമുള്ളവർ പറയുന്നുണ്ട്. എന്നാലും ഒരുപാട് പ്രോജക്റ്റുകൾ അദ്ദേഹം പകുതി ആക്കി വെച്ചിട്ടാണ് പോയത്. ഈ മഹേഷ് സംവിധാനം ചെയ്യുന്ന ഒരു ചിത്രത്തിന്റെ ഷൂട്ടിങ്ങിനിടയിൽ, അത് മമ്മൂട്ടി മോഹൻലാലും ഒരു ഇടവേളയ്ക്ക് ശേഷം ഒന്നിച്ചെത്തുന്നു എന്നൊരു പ്രത്യേകത കൂടിയുണ്ട്. അതിന്റെയൊക്കെ ഷൂട്ടിംഗ് പാതി വഴിയിൽ നിർത്തിയിട്ടായിരുന്നു അദ്ദേഹം ഈ ചികിത്സയ്ക്ക് വേണ്ടി പൂർണ്ണമായും ചെന്നൈയിലേക്ക് മാറിയത്. ഇനിയിപ്പോൾ അത് തിരിച്ചു വന്നതിന് ശേഷം അതിന്റെ ബാക്കി ഷൂട്ടിങ്ങുകൾ പൂർത്തിയാക്കണം, ചിത്രീകരണം പൂർത്തിയാക്കണം. ഒപ്പം അദ്ദേഹം ചെയ്യാനിരിക്കുന്ന മറ്റ് പ്രോജക്റ്റുകളുടെ കാര്യങ്ങളിലുമൊക്കെ ഉടനെ തന്നെ ഷൂട്ടിംഗ് ആരംഭിക്കും. പക്ഷെ അത് ഡോക്ടറുടെ നിർദ്ദേശത്തിന് ശേഷം മാത്രമായിരിക്കും. കുറച്ച് നാളുകൾ കൂടി അദ്ദേഹത്തിന് വിശ്രമം വേണമെന്നാണ് ഡോക്ടർ നിർദ്ദേശം നൽകിയിരിക്കുന്നത്. അതിനുശേഷം വീണ്ടും സജീവമാവുമെന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. അതാണ് നാം ഈ സമയത്ത് നമ്മൾ എടുത്തു പറയേണ്ട ഒരു കാര്യം. പലപ്പോഴും പല ഇന്റർവ്യൂകളിലും ഒക്കെ യുവനടന്മാരും നടിമാരും ഒക്കെ എടുത്തു പറയുന്ന ഒരു കാര്യം, അദ്ദേഹത്തെ മാതൃകയാക്കേണ്ടത് അദ്ദേഹത്തിന്റെ ലൈഫ് സ്റ്റൈൽ, ഭക്ഷണം, അതൊക്കെ ക്രമീകരിക്കുന്നത് കണ്ടാൽ ഞെട്ടും എന്നാണ് പറയുന്നത്. പലർക്കും സാധിക്കാത്ത കാര്യമാണ്. പക്ഷെ കൃത്യമായി ഡയറ്റും കാര്യങ്ങളും ആരോഗ്യവും ഒക്കെ നോക്കിപ്പോയ ആളാണ്. അത് ഇവിടെ ഗുണം ചെയ്യുന്നുണ്ടെന്ന് തന്നെ മനസ്സിലാക്കണം അല്ലേ. ഒരു അസുഖം വരുന്നു, അത് ചികിത്സിക്കുന്നു, അത് പൂർണ്ണമായും ഭേദമാകുന്നു എന്നൊക്കെ പറയുമ്പോൾ ആർക്കും മാതൃകയാക്കാവുന്ന ഒരു സിനിമാ താരം കൂടിയാവുകയാണ് മമ്മൂട്ടി. തീർച്ചയായും അശ്വതി. കാരണം നമ്മൾ പലപ്പോഴും ഈ ആരോഗ്യ കാര്യങ്ങളെ കുറിച്ച്, പ്രത്യേകിച്ച് ഈ നമുക്ക് ബാധിക്കുന്ന അസുഖങ്ങൾ അല്ലെങ്കിൽ മറ്റ് കാര്യങ്ങളിലൊക്കെ എപ്പോഴും സിനിമാ താരങ്ങളടക്കം റോൾ മോഡലാക്കുന്ന ഒരു വ്യക്തി തന്നെയാണ് മമ്മൂട്ടി. കാരണം അദ്ദേഹത്തിന്റെ എല്ലാ ഇന്റർവ്യൂകളിലും സ്ഥിരമായി ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്: എങ്ങനെയാണ് ഈ ഒരു സൗന്ദര്യം നിലനിർത്തുന്നത്, അല്ലെങ്കിൽ എങ്ങനെയാണ് ഈ പ്രായം ഇത്രയായിട്ടും യുവത്വം നിലനിർത്തുന്നത് എന്ന ചോദ്യം ഇപ്പോഴും എല്ലാ ഇന്റർവ്യൂകളിലും അദ്ദേഹം നേരിടുന്ന ഒരു ചോദ്യമായിരിക്കും. അതിനെല്ലാം അദ്ദേഹത്തിന്റെ കൃത്യമായിട്ടുള്ള ആഹാര രീതി, എക്സസൈസ്, മറ്റ് കാര്യങ്ങൾ, ഇതെല്ലാം തന്നെ എപ്പോഴും എടുത്തെടുത്ത് പറയുന്നതാണ്. ഒപ്പം അദ്ദേഹത്തിന്റെ സഹപ്രവർത്തകരും പറയുന്ന കാര്യമാണ്. സെറ്റിൽ വരുമ്പോൾ പോലും അദ്ദേഹം ഒരുപാട് ഫുഡ് ഉണ്ടെങ്കിലും കഴിക്കാറില്ല. വീട്ടിൽ നിന്നും കൊണ്ടുവരുന്ന ഫുഡായിരിക്കും കൂടുതൽ കഴിക്കുക. അങ്ങനെ അദ്ദേഹത്തിന്റെ ഒരു ഡയറ്റ് പ്ലാൻ എന്ന് പറയുന്നത് സാധാരണ ആർക്കും തന്നെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ കഴിയാത്ത രീതിയിലുള്ള ഡയറ്റ് പ്ലാനൊക്കെ ഉള്ള ഒരു വ്യക്തിയാണ്. ആരോഗ്യത്തിലും സൗന്ദര്യത്തിലും ഒക്കെ അത്രയേറെ പ്രാധാന്യം നൽകി ആ രീതിയിലേക്ക് ചിട്ടയായ ഒരു ജീവിത ശൈലി തന്നെ കൊണ്ട് നടക്കുന്ന ഒരു വ്യക്തിയാണ് മമ്മൂട്ടി. അദ്ദേഹത്തിന് ഇങ്ങനെ ഒരു അസുഖം വന്നപ്പോൾ പോലും നമ്മൾ ആദ്യം ഒന്ന് ചോദിച്ചു, ഇത്രയും ആരോഗ്യം ശ്രദ്ധിക്കുന്ന ഒരാൾക്ക് എങ്ങനെ അസുഖം വരും എന്നൊക്കെ ചോദിച്ചുവെങ്കിൽ പോലും അദ്ദേഹത്തിന്റെ ആ ഒരു ജീവിത ശൈലി തന്നെയാണ് ഇപ്പോൾ ആ ഫലങ്ങൾ വരുമ്പോൾ, ആ ടെസ്റ്റിന്റെ ഒക്കെ ഫലം വരുമ്പോൾ അതിൽ നെഗറ്റീവ് ആണെന്ന് അറിയുന്നത് അദ്ദേഹത്തിന്റെ ജീവിത ശൈലിയും അദ്ദേഹത്തിൽ പിന്തുടർന്നുള്ള ജീവിത രീതികളും ആഹാര ശൈലികളും ഒക്കെ തന്നെയാണ്. അത് തന്നെയാണ് ഇപ്പോൾ അദ്ദേഹത്തിന് വലിയൊരു അനുഗ്രഹമായി മാറുകയും ചെയ്തിരിക്കുന്നത്. എന്തായാലും വളരെ സന്തോഷമുള്ള കാര്യം തന്നെയാണ്. പ്രത്യേകിച്ച് മലയാള സിനിമയ്ക്ക്, മലയാളികൾക്കൊക്കെ വലിയ ആശ്വാസവും സന്തോഷവും തരുന്ന നിമിഷം തന്നെയാണ്. അദ്ദേഹത്തിന്റെ ആൻഡോ ജോസഫുമായിട്ട് നമ്മൾ സംസാരിക്കുമ്പോൾ അദ്ദേഹം വേളാങ്കണ്ണിയിലേക്ക് പോവുകയാണ്. കാരണം അത്രയേറെ പ്രാർത്ഥനയുണ്ടായിരുന്നു മമ്മൂട്ടിയുടെ ആരോഗ്യത്തിന്. ദൈവത്തിനെ കണ്ട് ഒന്ന് നന്ദി അറിയിക്കുന്നതിന് വേണ്ടി അങ്ങോട്ടേക്ക് പോവുകയാണെന്നാണ് നമ്മൾ അവസാനമായി സംസാരിക്കുമ്പോൾ അദ്ദേഹത്തിൽ നിന്ന് പറഞ്ഞത്. കഴിഞ്ഞ ദിവസം പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ മീറ്റിംഗിൽ വെച്ചും ആൻഡോ ജോസഫിനെ കണ്ടിരുന്നു. അപ്പോൾ മമ്മൂട്ടിയുടെ ആരോഗ്യസ്ഥിതിയെ കുറിച്ചൊക്കെ ചോദിച്ചപ്പോഴും അദ്ദേഹം പറഞ്ഞു 2 ദിവസത്തിനുള്ളിൽ ഈ പരിശോധനാ ഫലം വരും, അത് അറിഞ്ഞതിന് ശേഷമായിരിക്കും തുടർ നടപടികൾ, തുടർ ചികിത്സ. എന്തായാലും അതിൽ വലിയ കുഴപ്പമൊന്നും ഉണ്ടാകില്ല എന്ന് പ്രതീക്ഷിക്കുന്നതെന്നൊക്കെ ഉള്ളൊരു ശുഭാപ്തി വിശ്വാസം ആൻഡോ ജോസഫ് പങ്കുവച്ചിരുന്നു. അതുപോലെ തന്നെയാണ് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത്. ഈ അമ്മ തെരഞ്ഞെടുപ്പിൽ വരുമോ എന്നൊക്കെ ചോദിച്ചപ്പോഴും ആരോഗ്യ പ്രശ്നങ്ങൾ ഉള്ളതിനാൽ യാത്ര ചെയ്യാൻ പറ്റില്ല, അദ്ദേഹം വിശ്രമത്തിലാണ് എന്ന മറുപടിയും ഒക്കെ നമുക്ക് ലഭിക്കുകയും ചെയ്തു. ഇനി എന്തായാലും മമ്മൂട്ടി എന്നായിരിക്കും തിരിച്ച് ഷൂട്ടിംഗ് സെറ്റുകളിലേക്കും പിന്നീട് തിയേറ്ററിലും ഒക്കെ സജീവമാകുന്നതെന്ന് കാത്തിരിക്കുകയാണ് മലയാളികൾ. ഇപ്പോൾ ഈ വരുന്ന വാർത്ത അദ്ദേഹത്തിന്റെ ആരോഗ്യ പ്രശ്നവുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ രോഗവുമായി ബന്ധപ്പെട്ട് വളരെ പോസിറ്റീവായിട്ടുള്ള സന്തോഷം നൽകുന്ന വാർത്തകൾ തന്നെയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ഈ ഷൈൻ ടോം ചാക്കോ അടക്കം തന്റെ പിതാവിന്റെ മരണസമയത്ത് മമ്മൂട്ടി അയച്ച മെസ്സേജും അദ്ദേഹം കടന്നു പോകുന്ന ഒരു വിഷമത്തെ കുറിച്ചുമൊക്കെ തനിക്ക് മെസ്സേജ് അയച്ചിരുന്നു എന്ന് ഷൈൻ ടോം ചാക്കോ ഉൾപ്പെടെയുള്ളവർ ഈ ഇന്റർവ്യൂകളിലും അല്ലെങ്കിൽ മറ്റ് സോഷ്യൽ മീഡിയയിലും ഒക്കെ പങ്കുവച്ചിരുന്നു. അവരെ ഒരു സിനിമയിൽ അല്ലെങ്കിൽ ഒരു മലയാളികളുടെ മുഴുവൻ പ്രാർത്ഥനയുണ്ട് മമ്മൂട്ടിക്ക് വേണ്ടി. കാരണം അത്രേ പ്രിയപ്പെട്ട ഒരു വ്യക്തി തന്നെയാണ് മമ്മൂട്ടി മലയാളി പ്രേക്ഷകർക്കും മലയാള സിനിമയ്ക്കും ഇന്ത്യൻ സിനിമയ്ക്കും. ഇതിൽ അദ്ദേഹത്തെ ആരോഗ്യം വീണ്ടെടുത്ത് തിരിച്ച് വീണ്ടും സജീവമാകുന്നു എന്നറിയുന്നതിൽ വലിയ സന്തോഷം തന്നെയാണ്. ഇനി ഉടനെ തന്നെ നമുക്ക് അദ്ദേഹത്തെ സിനിമ ഷൂട്ടിംഗ് സെറ്റുകളിലും കാണാൻ കഴിയും. തീർച്ചയായിട്ടും സോഷ്യൽ മീഡിയയിലും വളരെയധികം സജീവമായി, അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞതുപോലെ ട്രെൻഡിങ് ആയിട്ടുള്ള അപ്ഡേറ്റഡ് ആയിട്ടുള്ള ഫോട്ടോകളൊക്കെ വരാറുള്ള
നമ്മുടെ പ്രിയപ്പെട്ട മമ്മൂട്ടി മടങ്ങി വരുന്നു എന്നുള്ളത് വലിയ സന്തോഷം തരുന്ന വാർത്തയാണ്. നവമി, ഒരു കാര്യം കൂടി, അദ്ദേഹത്തിൻ്റെ പിറന്നാൾ വരികയാണ് സെപ്റ്റംബർ 7-ാം തീയതി. അപ്പോൾ ഒരു വരവ്, ഒരു മടങ്ങി വരവ്, അതൊരു ഗംഭീര വരവായി തന്നെ വരും എന്നുള്ളതിന് സംശയമില്ല. ഒരു ഫോട്ടോയോ അല്ലെങ്കിൽ ഒരു ഫേസ്ബുക്ക് പോസ്റ്റോ ഒക്കെ ഉടനെ നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ടല്ലോ അദ്ദേഹത്തിന്റെ ഭാഗത്ത് നിന്ന്. സാധാരണ അദ്ദേഹത്തിന്റെ പിറന്നാൾ ദിനത്തിൽ അദ്ദേഹം കൊച്ചിയിലെ വീട്ടിൽ തന്നെ ആയിരിക്കും. അവിടെ വെച്ച് ആരാധകരെ കാണും. രാത്രി അദ്ദേഹത്തിന്റെ ഫാൻസ് ഒക്കെ വന്ന് വലിയ കേക്ക് മുറിയും ആഘോഷവും ഒക്കെ എല്ലാ രാത്രികളിലും പിറന്നാളിന്റെ തലേ ദിവസത്തെ രാത്രിയിൽ നമ്മൾ കാണാറുണ്ട്. ഇത്തവണയും നമ്മൾ അദ്ദേഹത്തെ പ്രതീക്ഷിക്കാം. ചെന്നൈയിൽ നിന്നും അദ്ദേഹം കൊച്ചിയിലെ വീട്ടിലേക്ക് വരുമെന്ന് തന്നെ പ്രതീക്ഷിക്കാം. അങ്ങനെയാണെങ്കിൽ പുതിയ ഫോട്ടോസും അദ്ദേഹത്തിന്റെ പുതിയ വിശേഷങ്ങളും ഒക്കെ ഉടനെ കാണാൻ കഴിയുമെന്ന് നമ്മളും പ്രതീക്ഷിക്കുന്നുണ്ട്. എന്തായാലും ഇപ്പോൾ ആരോഗ്യപരമായി അദ്ദേഹത്തിന് മറ്റു ബുദ്ധിമുട്ടുകളൊന്നും തന്നെയില്ല. ചില ഈ ഒരു റെസ്റ്റ് മാത്രമാണ് ഡോക്ടർ നൽകിയിരിക്കുന്നത്. അമേരിക്കയിൽ നിന്നുള്ള ഒരു വിദഗ്ധ ഡോക്ടർ തന്നെയാണ് അദ്ദേഹത്തെ വേണ്ടി ചികിത്സയും മറ്റു കാര്യങ്ങളും ഒക്കെ നടത്തുന്നത്. ചെന്നൈയിലെ അപ്പോളോ ആശുപത്രിയിലാണ് അദ്ദേഹം ചികിത്സ തേടുകയും ചെയ്യുന്നത്. എന്തായാലും വലിയ സന്തോഷമാണ്. ഉടനെ തന്നെ അദ്ദേഹത്തിന്റെ പുതിയ ഫോട്ടോകളും ഒപ്പം ക്യാമറയ്ക്കൊക്കെ മുന്നിൽ അദ്ദേഹം വീണ്ടും എത്തുമെന്ന് നമുക്ക് വിശ്വസിക്കാം. ശരി നവമി, എന്തായാലും വളരെ സന്തോഷം പകരുന്ന, ആശ്വാസം പകരുന്ന ഒരു വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ആന്റോ ജോസഫിൻ്റെ ഫേസ്ബുക്കിലൂടെ അദ്ദേഹമാണ് അറിയിച്ചിരിക്കുന്നത്. ലോകമെമ്പാടുമുള്ള ഒരുപാട് പേരുടെ പ്രാർത്ഥനയ്ക്ക് ഫലം കണ്ടിരിക്കുന്നു, ദൈവത്തിന് നന്ദി എന്നായിരുന്നു ആ ഫേസ്ബുക്ക് പോസ്റ്റ്. ചെന്നൈ അപ്പോളോ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്ന മമ്മൂട്ടി ഇപ്പോൾ സുഖം പ്രാപിച്ചിരിക്കുന്നു എന്ന വാർത്തയാണ് ഈ മണിക്കൂറിൽ പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത്. വളരെ ആശ്വാസകരമായ ഒരുപാട് പേരുടെ പ്രാർത്ഥനയുടെ ഫലമാണ്. അദ്ദേഹം ഷൂട്ടിങ്ങിലേക്കൊക്കെ തിരിച്ചു വരുന്നു എന്നുള്ളതാണ്. നിരവധി ചിത്രങ്ങൾ നേരത്തെ നവമി പറഞ്ഞതുപോലെ ഒരുപാട് സിനിമകൾ ചെയ്തുകൊണ്ടിരിക്കുന്നതിനിടയിലാണ് ഇത്തരത്തിലൊരു അസുഖം വരികയും അദ്ദേഹം വിശ്രമത്തിലേക്ക് പോവുകയും ചെയ്തു. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ തിരിച്ചുവരവ് അത് ആരാധകർ വലിയ ആഘോഷമാക്കാനുള്ള തയ്യാറെടുപ്പിലാണ്. ഇപ്പോൾ ഈ ആന്റോ ജോസഫിൻ്റെ ഈ ഫേസ്ബുക്ക് പോസ്റ്റ് വളരെയധികം സന്തോഷം പകരുന്നതാണ്. നവമി തുടരുന്നുണ്ട്. നവമി, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇനി നമ്മൾ കാത്തിരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ ഒരു സോഷ്യൽ മീഡിയയിലെ ഒരു പ്രതികരണം അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഒരു ഫോട്ടോ. അത് എല്ലാവരും ആരാധകർ കാത്തിരിക്കുന്നൊരു നിമിഷമാണ്. പുതിയ ട്രെൻഡിനൊപ്പം എപ്പോഴും ഉണ്ടാകാറുള്ള അദ്ദേഹം ധരിക്കുന്ന ഡ്രസ്സായാലും ഷൂസായാലും ഒക്കെ ട്രെൻഡിങ്ങിൽ നമ്പർ 1 നിൽക്കുന്ന സാധനങ്ങളാണ്. അതിനെക്കുറിച്ചുള്ള ഫീച്ചേഴ്സൊക്കെ വരാറുണ്ട്. അതുകൊണ്ട് തന്നെ ഇനി അദ്ദേഹത്തിൻ്റെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റിനായി കാത്തിരിക്കുകയാണ്, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഒരു മറുപടിക്കായി കാത്തിരിക്കുകയാണ് ഈ തിരിച്ചുവരവിനായുള്ള. അതെ അശ്വതി, എന്തായാലും മമ്മൂട്ടി വീണ്ടും സജീവമാകും മലയാള സിനിമയിലേക്ക് എന്ന് തന്നെയാണ് അദ്ദേഹത്തിനുമായി ചേർന്ന് നിൽക്കുന്ന ആളുകൾ പറയുന്നത്. അതിന്റെ സന്തോഷം സോഷ്യൽ മീഡിയയിലൂടെയൊക്കെ അവർ പങ്കുവെക്കുകയും ചെയ്തു. ഇനി എന്നാണ് മമ്മൂട്ടിയുടെ പുതിയ ഒരു ലുക്ക്, ഇനി ഏത് ലുക്കിലായിരിക്കും മമ്മൂട്ടി തിരിച്ചു വരിക എന്ന് കാണാൻ കാത്തിരിക്കുകയാണ് ആരാധകർ. പ്രത്യേകിച്ച് അദ്ദേഹത്തിന്റെ പിറന്നാളൊക്കെ വരാനിരിക്കുന്ന സാഹചര്യത്തിൽ ഒരു അടിപൊളി ഫോട്ടോഷൂട്ട് തന്നെയാണ് പ്രേക്ഷകർ ആഗ്രഹിക്കുന്നതും കാത്തിരിക്കുന്നതും. അത് ഉടനെ തന്നെ ഉണ്ടാകുമെന്ന് പറയുന്നു. ഒപ്പം അദ്ദേഹത്തിന് ചില റെസ്റ്റ് കൂടി വേണമെന്നാണ് ഡോക്ടർ പറഞ്ഞിരിക്കുന്നത്. ആരോഗ്യം മറ്റ് പ്രശ്നങ്ങളൊന്നുമില്ല എങ്കിൽ കൂടിയും അദ്ദേഹത്തിന് സജീവമാകണമെങ്കിൽ ഷൂട്ടിങ്ങിലും ഒക്കെ യാത്ര ചെയ്യണം. ഷൂട്ടിങ്ങൊക്കെ ഉണ്ട്, ദിവസങ്ങളോളം നീണ്ട ഷൂട്ടിംഗ് ആണ്. അതിനൊക്കെ അദ്ദേഹത്തിന് പൂർണ്ണ ആരോഗ്യം ലഭിക്കണമെങ്കിൽ കുറച്ച് ദിവസം കൂടി കാത്തിരിക്കണം എന്നൊരു നിർദ്ദേശം ഡോക്ടർ നൽകിയിട്ടുണ്ട്. അതിനുശേഷം നേരത്തെ പൂർത്തിയാക്കാതെ ബാക്കി വെച്ചിരിക്കുന്ന ഷൂട്ടിംഗ് സെറ്റുകളിലേക്കും പുതിയ പ്രോജക്റ്റുകളിലേക്കും അദ്ദേഹം സജീവമാകുമെന്നാണ് അദ്ദേഹവുമായി ചേർന്ന് നിൽക്കുന്നവരും അറിയിച്ചിരിക്കുന്നത്. എന്തായാലും വലിയ സന്തോഷം തന്നെയാണ്. ഇപ്പോൾ തന്നെ സോഷ്യൽ മീഡിയയിൽ നിറയെ അദ്ദേഹത്തിന് ഈ ആന്റോയുടെ പോസ്റ്റിന് താഴെ പ്രാർത്ഥനയോടെയും അല്ലെങ്കിൽ ആരാധകരൊക്കെ അവരുടെ സന്തോഷമൊക്കെ പങ്കുവെക്കുന്നുണ്ട്. ഈ ആന്റോ ജോസഫിനോടും ഒപ്പം അദ്ദേഹവുമായി ചേർന്ന് നിൽക്കുന്ന ആളുകളൊക്കെ ഈ വേളാങ്കണ്ണിയിലും അല്ലെങ്കിൽ മറ്റ് നേർച്ചകളൊക്കെ മമ്മൂട്ടിയുടെ ആരോഗ്യസ്ഥിതി ശരിയാവാൻ വേണ്ടിയിട്ട് നേർച്ചകളൊക്കെ ഉണ്ടായിരുന്നു. അതിനും ദൈവത്തിന് നന്ദി പറയുന്നതിന് വേണ്ടിയിട്ടൊക്കെ പോകുന്നു എന്നൊക്കെയാണ് നമ്മളോട് പറയുന്നത്. അതുമൊക്കെ വലിയ സന്തോഷം നൽകുന്ന വാർത്ത തന്നെയാണ്. എന്നാലും മമ്മൂട്ടി ഇപ്പോഴും ചെന്നൈയിൽ തന്നെയാണ്, അവിടെയാണ് കുടുംബത്തോടൊപ്പം താമസിക്കുന്നത്.
കൊച്ചിയിലേക്ക് വരുന്നതിലൊന്നും ഇപ്പോൾ തീരുമാനമായിട്ടില്ല എന്നും കൂടി പറയുന്നുണ്ട്. മഹേഷിന്റെ ഒരു സിനിമയാണ് അദ്ദേഹം അവസാനമായി ഇപ്പോൾ പാതി വഴിയിൽ ഷൂട്ടിംഗ് അവസാനിപ്പിച്ച് നിൽക്കുന്നത്. കാരണം അതിനിടയിലാണ് അദ്ദേഹത്തിന് ആരോഗ്യ പ്രശ്നങ്ങൾ കുറച്ച് രൂക്ഷമാവുകയും ചികിത്സയ്ക്ക് വേണ്ടി പോവുകയും. ശരി നവമി, ഞാനിപ്പോൾ നവമിയിലേക്ക് വരാം. ഇപ്പോൾ ശ്രീ ഗിരീഷ് ഗോപിനാഥ്, അധ്യാപകനും മമ്മൂട്ടി ഫാൻസ് അസോസിയേഷൻ പ്രതിനിധി കൂടിയാണ് അദ്ദേഹം. ശ്രീ ഗിരീഷ്, നമുക്കൊക്കെ സന്തോഷം തരുന്ന, ആശ്വാസം പകരുന്ന ഒരു വാർത്തയാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. ആൻഡോ ജോസഫിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് ലോകമെമ്പാടുമുള്ള ഒരുപാട് പേരുടെ പ്രാർത്ഥനയ്ക്ക് ഫലം കണ്ടു എന്ന് അദ്ദേഹം പറയുന്നു. എങ്ങനെയാണ് പ്രതികരിക്കുന്നത് മമ്മൂട്ടിയുടെ തിരിച്ചുവരവിനെ കുറിച്ച്? ഒരു 6 മാസത്തെ ഇടവേള എന്ന് പറയുമ്പോൾ നമുക്കൊരു സാധാരണപ്പെട്ട മലയാളികൾക്ക് ഭയങ്കര ഒരു മിസ്സിംഗ് ആയിട്ട് തോന്നിയിട്ടുള്ളതാണ്. കാരണം അദ്ദേഹം ഒരു പൊതുവേദി വരുന്നത്, അദ്ദേഹത്തിന്റെ ഒരു നടത്തം, ഇതൊക്കെ നമുക്ക് ഒരുപാട് ഇൻസ്പയർ ചെയ്തിട്ടുള്ള ഒരാളാണ്. മനുഷ്യൻ എന്നുള്ള രീതിയിലും ഈ പറഞ്ഞുള്ള ഇന്ത്യയിലെ ഏറ്റവും മികച്ച നടന്നുള്ള രീതിയിലും ഒക്കെ ഒരുപാട് ഇൻസ്പയറിംഗ് ആണ് ഇപ്പോഴത്തെ യൂത്തിനും എല്ലാവർക്കും. അദ്ദേഹം ഒരു ദിവസം നമുക്ക് മാറി നിൽക്കുക എന്ന് പറയുന്നത് പോലും വളരെ വളരെ വിഷമകരമാണ്. അന്നേരം 6 മാസം നമ്മൾ അദ്ദേഹത്തിന് ഭയങ്കരമായിട്ട് മിസ് ചെയ്തു. വരുന്നു എന്ന് പറയുമ്പോൾ ഭയങ്കര സന്തോഷം തോന്നും. അതെ, അദ്ദേഹത്തിൻ്റെ ഒരു പ്രത്യേകതയും അത് തന്നെയാണല്ലേ, ഒരു പൊതുജീവിതത്തിലും ഇറങ്ങി ഇടപെടുന്ന, പ്രത്യേകിച്ച് നമ്മൾ മരണത്തിനൊക്കെ ഏറ്റവും കൂടുതൽ കാണുന്നത് അദ്ദേഹത്തെ. സാധാരണ ഒരു നടന്മാരെ ഞാൻ വളരെ 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 കറക്റ്റ് പോയിന്റാണ്. കാരണം എനിക്ക് ഏറ്റവും കൂടുതൽ വിവാഹത്തിനും ഏറ്റവും കൂടുതൽ മരണത്തിനും സന്തോഷത്തിനും ദുഃഖത്തിനും ഒരേപോലെ അത് സ്റ്റാറ്റസ് നോക്കാതെ, ഇപ്പൊ ഒരു ലൈറ്റ് ബോയുടെ ആണെങ്കിലും വലിയ ഹീറോയുടെ ആണെങ്കിലും ഒരേപോലെ എല്ലാ പൊതുവേദികളിലും പങ്കെടുക്കുന്ന എനിക്ക് തോന്നുന്നു മലയാളത്തിലൊരു താരം വേറെയില്ല. അതെ, തീർച്ചയായിട്ടും. നിങ്ങളൊക്കെ ഈ ഒരു വാർത്ത എപ്പോഴാണ് അറിഞ്ഞത്? ഇത് വന്നപ്പോഴാണോ എല്ലാവരും അന്വേഷിക്കുന്നുണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ ഞാൻ കുറച്ച് ദിവസം മുമ്പ് ഏകദേശം അറിഞ്ഞിരുന്നു. എന്തായാലും ഇപ്പൊ പൂർണ്ണ ആരോഗ്യവാനായി മടങ്ങി വരികയാണ്. നമ്മൾ കാത്തിരിക്കുകയാണ്. ഞാൻ പറയുമായിരുന്നു നേരത്തെ, അദ്ദേഹത്തിന്റെ ഒരു സ്റ്റൈലും ലുക്കും, അദ്ദേഹത്തിന്റെ എപ്പോഴുമുള്ള അദ്ദേഹം ചുമ്മാ അദ്ദേഹം കോട്ടിടുവോ പറയും കോട്ടും കാസൊന്നും വേണ്ട. അദ്ദേഹം ചുമ്മാ ഒരു കൈലി കൊടുത്ത് ഒരു റബ്ബർ ചെരുപ്പിട്ട് നടന്നാലും ഒരു സ്റ്റൈലാണ്. തീർച്ചയായിട്ടും എല്ലാവർക്കും ഒരു സന്തോഷം തരുന്ന വാർത്തയാണ്. വളരെയധികം നന്ദി ഞങ്ങളോട് പ്രതികരിച്ചതിന് ശ്രീ ഗിരീഷ്. ഇപ്പോൾ തിരുവനന്തപുരം മമ്മൂട്ടി ഫാൻസ് അസോസിയേഷന്റെ മുൻ ജില്ലാ സെക്രട്ടറി റഫീഖ് കൂടി നമുക്കൊപ്പം ചേരുകയാണ്. റഫീഖ്, ഈ വാർത്ത അറിഞ്ഞു കാണുമല്ലോ, വലിയ സന്തോഷത്തിലായിരിക്കുമല്ലോ. സന്തോഷം തരുന്ന ഒരു വാർത്തയാണ്. അദ്ദേഹത്തിന്റെ അഭാവം ഒരു 3-4 മാസം കൊണ്ട് അദ്ദേഹത്തിന് ഇഷ്ടപ്പെടുന്നവർക്ക് മലയാള സിനിമയ്ക്കും എന്താ പറയാ ഒരു വലിയ നഷ്ടം തന്നെയായിരുന്നു. അത് തിരിച്ചു വരുന്നതിൽ അറിഞ്ഞതിൽ വളരെ വളരെ സന്തോഷമാണ്. ഒരുപാട് സിനിമകൾ ഇനി ബാക്കി കിടക്കുന്നു അല്ലെ ചെയ്തു തീർക്കാൻ? ഒരുപാട് സിനിമകൾ ഇനി അദ്ദേഹം ചെയ്യാനുണ്ട്. നമ്മളൊക്കെ അത്രയും സന്തോഷത്തിലാണ് ആ വാർത്ത കണ്ടപ്പോൾ. കാരണം ആൻഡോ ചേട്ടന്റെ പോസ്റ്റാണ് നമുക്ക് അതിന്റെ ഒരു ഇതിലേക്ക് കിട്ടിയത്. അപ്പൊ മനസ്സിലായി അത് തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. കളങ്കാവലിന്റെ ഒക്കെ പോസ്റ്റർ കഴിഞ്ഞ ദിവസങ്ങളിൽ വന്നപ്പോഴും ഒക്കെ ആരാധകർ താഴെ കമന്റ് ചെയ്യുന്നത് അത് തന്നെയായിരുന്നു, വേഗം തിരിച്ചുവരവിനുള്ള ഒരു പ്രാർത്ഥന. ഞങ്ങള് മമ്മൂക്ക ഇപ്പം ഒരാളുടെ എന്ത് പോസ്റ്റ് ഇട്ടിരുന്നാലും പുള്ളിയുടെ അല്ലാത്ത പോസ്റ്റുകൾ ഇപ്പൊ ഇടുന്നല്ലോ. മമ്മൂക്ക നിങ്ങൾ എവിടെയാണ് എന്നാണ് അതിൽ വരുന്ന കമന്റ്. നിങ്ങൾ എന്നാ തിരിച്ചു വരുന്നത്? അതാണ് എല്ലാവരും ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. മലയാളികൾ ഒന്നടങ്കം സിനിമാ ആസ്വാദകർ വളരെ മിസ് ചെയ്ത ഒരു ഇതാണ്. കാരണം നമുക്കറിയാലോ, പുള്ളി ഒരു മരണ വീട്ടിലായിരുന്നാലും എല്ലാത്തിനും പുള്ളിയുടെ ഒരു പ്രസൻസ് ഇപ്പൊ കുറച്ചു നാളുകൊണ്ട് ഇല്ലാതെ പോയപ്പോൾ വളരെ എല്ലാവരും അത് വിഷമമായിരുന്നു. ഇനിയിപ്പോ അദ്ദേഹത്തിന്റെ പിറന്നാൾ വരികയാണല്ലോ, ഇത്തവണ എന്തെങ്കിലുമൊക്കെ സ്പെഷ്യൽ ഉണ്ടോ? December 7 ഇപ്രാവശ്യം ഞാൻ അറിയാൻ കഴിഞ്ഞത് മമ്മൂട്ടി ഫാൻസ് ആൻഡ് വെൽഫെയർ ഇന്റർനാഷണൽ സംസ്ഥാന കമ്മിറ്റിയും എല്ലാ ജില്ലകളിലും ജില്ലാ കമ്മിറ്റി ചേർന്ന് വലിയ എല്ലാ വർഷത്തെക്കാളും വലിയ പ്രവർത്തനങ്ങൾ, പ്രത്യേകിച്ച് ജീവകാരുണ്യ പ്രവർത്തനം സജീവമായിട്ട് ചെയ്യാനുള്ള പരിപാടികളിലാണ്. തീർച്ചയായിട്ടും ഗംഭീരമായിട്ട് പരിപാടികളൊക്കെ നടക്കട്ടെ. ഈ പറഞ്ഞ പോലെ ജീവകാരുണ്യ പ്രവർത്തന രംഗത്തൊക്കെ അദ്ദേഹം വളരെയധികം ഇടപെടുന്ന ആളാണ്, പൊതുരംഗത്ത് ഇടപെടുന്ന ആളാണ്. അതെ, അതുകൊണ്ട് അദ്ദേഹത്തിന് തിരിച്ചുവരവ് വളരെയധികം സന്തോഷം നൽകുന്നു അല്ലേ? അതെ, തീർച്ചയായിട്ടും നമ്മളെല്ലാം ഇങ്ങനെ ആകാംക്ഷയോടെ ഇരുന്നു, പ്രതീക്ഷിക്കാതെ ഇന്നിങ്ങനെ ഒരു വാർത്ത വന്നു. വളരെ സന്തോഷമാണ്, വളരെ സന്തോഷവും പ്രാർത്ഥനയുമാണ്. സർവശക്തന് നന്ദിയാണ് അദ്ദേഹത്തിന് തിരിച്ചു തന്നതിൽ. ശരി, വളരെയധികം നന്ദി റഫീഖ് ഞങ്ങളോട് സംസാരിച്ചത്. അതാണ് മമ്മൂട്ടി ആരോഗ്യം വീണ്ടെടുത്തു എന്ന ആൻഡോ ജോസഫിൻ്റെ ആ ഫേസ്ബുക്ക് പോസ്റ്റ്. അത് ഒരുപാട് പേർക്ക് ആശ്വാസവും സന്തോഷവും ഒക്കെ പകരുന്നതാണ്. അദ്ദേഹത്തിൻ്റെ മടങ്ങിവരവിനായി കാത്തിരിക്കുകയായിരുന്നു നിരവധി പേർ, അദ്ദേഹത്തിൻ്റെ ആരാധകർ, മലയാള സിനിമ ആരാധകർ ഒക്കെ. അതുകൊണ്ട് തന്നെ വലിയ സന്തോഷം പകരുന്ന വാർത്തയുമാണ്. ഇപ്പോൾ പ്രാർത്ഥന ഫലം കണ്ടു എന്നാണ് അദ്ദേഹത്തിൻ്റെ ആൻഡോ ജോസഫിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റ്. അതിന് താഴെ ഒരുപാട് കമൻറ്റുകൾ ഇപ്പോൾ വന്നുകൊണ്ടേയിരിക്കുന്നു. ഇപ്പോൾ അശോകൻ ചേരുന്നു മമ്മൂട്ടി ഫാൻസ് അസോസിയേഷനിൽ നിന്ന്. അശോകൻ, എങ്ങനെ പ്രതികരിക്കുന്നു ഈ വാർത്തയോട്? വലിയ സന്തോഷം പകരുന്ന ഒരു വാർത്ത, ആശ്വാസം പകരുന്ന വാർത്ത?
തീർച്ചയായിട്ടും വളരെ നമുക്ക് വളരെ മാസങ്ങളായി കാത്തിരിപ്പിന് വിരാമമാവുകയാണ്. ഇത്രയും പെട്ടെന്ന് പുള്ളി ലൊക്കേഷനിൽ വരും എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഡേറ്റ് കൺഫേം ആയില്ല. ഇപ്പോഴും ചെന്നൈയിലാണുള്ളത്. ഇപ്പോഴും ചെന്നൈയിലെ വീട്ടിൽ തന്നെയാണ്, സുഖമായിരിക്കുന്നു. നമ്മൾ ഇടയ്ക്ക് എനിക്കൊരു ചെയറുണ്ട്, റെസ്പോൺസ് കുഴപ്പമൊന്നുമില്ല, എല്ലാം ക്ലിയർ ആണ്. ഈശ്വരന്റെ അനുഗ്രഹം. അതെ അശോകൻ, എനിക്ക് തോന്നുന്നു അദ്ദേഹം നയിച്ച ഒരു ജീവിതം അത് എല്ലാവർക്കും മാതൃകയാക്കാവുന്നതാണ്. അത് ഫുഡിന്റെ കാര്യത്തിലാണെങ്കിലും ജീവിത ശൈലിയാണെങ്കിലും ഒക്കെ അല്ലേ? അതെ അതെ അതെ, ഒരു മാതൃകാ പുരുഷനാണ്. പക്ഷെ അദ്ദേഹത്തിന് ഇങ്ങനെ സംഭവിച്ചത് വളരെ ദുഃഖമുണ്ട്, ഭയങ്കര വിഷമമായിപ്പോയി. നമുക്ക് മാസങ്ങളായിട്ട് വിഷമത്തിലാണ്. ഇപ്പൊ അദ്ദേഹത്തിന്റെ ജന്മദിനം 7-ാം തീയതി വരികയാണ്. താങ്കളുടെ ഫോൺ നമ്പറിലും പ്രത്യേകതയുണ്ടല്ലോ. അതെ, നമുക്ക് അതേ സെയിം നമ്പറാണ്. ആദ്യത്തെ 5 ഡിജിറ്റ് മാത്രമേ വ്യത്യാസമുള്ളൂ. ഓ ശരി ശരി. വളരെ കഷ്ടപ്പെട്ട് കിട്ടിയതാണോ? അല്ലല്ല, അതെ, ആദ്യം പോസ്റ്റ് പെയ്ഡ് എടുത്തിട്ട് പിന്നെ പ്രീപെയ്ഡ് ആക്കിയതാ. എല്ലാ ഷോയും ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോ കാണുമോ? അതെ അതെ, അത് എല്ലാ സിനിമയും എല്ലാത്തിനും ഇതുവരെ മുടക്കമൊന്നും വരുത്തിയിട്ടില്ല. ഒരെണ്ണമൊക്കെ മിസ്സായിട്ടുണ്ട്. ഞങ്ങളെ ഫാൻസ് തുടങ്ങിയത് 36 വർഷമാകുന്നു. ഓ ശരി ശരി. ഇത്തവണത്തെ പിറന്നാൾ സ്പെഷ്യൽ ആണെന്ന് നേരത്തെ ഒരാൾ പറഞ്ഞു. അതെ, വളരെ സ്പെഷ്യലാണ്. രക്തദാന ക്യാമ്പ്, ബാക്കി എല്ലാ ഓൾ ഇന്ത്യ നമ്മൾ ആഘോഷിക്കുകയാണ്. തിരിച്ചുവരവും കൂടിയാണല്ലോ അല്ലെ ഇത്തവണ? 100%. അങ്ങനെ അദ്ദേഹം ഒരിടത്തും പോയിട്ടില്ല, അദ്ദേഹം വരും. ഇനി കാത്തിരിക്കുന്ന ഒരു സിനിമ ഏതായിരിക്കും? കളങ്കാവൽ. അതിന്റെ പോസ്റ്റർ കണ്ടിട്ട് എന്താണ്, രോമാഞ്ചമാണോ? പിന്നെ അത് ഞങ്ങൾ ലൊക്കേഷനിലൊക്കെ പോയിട്ടുള്ളതാ ഷൂട്ട് കാണാൻ വേണ്ടി. ലുക്ക് എങ്ങനെയുണ്ട്? ലുക്കൊക്കെ അടിപൊളിയാ. നാഗർകോവിൽ ലൊക്കേഷനിൽ പോയതാ. ഓ ശരി ശരി ശരി. അപ്പൊ ശരി അശോകൻ, ഞങ്ങളുമായിട്ട് സന്തോഷം പങ്കുവച്ചതിന് നന്ദി. ഇതുപോലെ നിരവധി മമ്മൂട്ടി ആരാധകർ അവരുടെയൊക്കെ പ്രാർത്ഥന ഫലം കണ്ടിരിക്കുന്നു എന്നാണ് ഇപ്പോൾ ആന്റോ ജോസഫിന്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ പറഞ്ഞിരിക്കുന്നത്. അക്ഷരാർത്ഥത്തിൽ അവരുടെയൊക്കെ വാക്കുകളിൽ അതുണ്ട്. ഒരുപാട് മലയാളികൾ പലയിടങ്ങളിൽ നിന്നായി അവരൊക്കെ കേൾക്കാൻ ആഗ്രഹിച്ചൊരു വാർത്തയാണ്. ഇത്രയും 6 മാസം അദ്ദേഹത്തിൻ്റെ ഒരു വിശ്രമ ജീവിതം അത് അവസാനിപ്പിച്ച് അദ്ദേഹം മടങ്ങി വരുന്നു എന്നുള്ളതാണ്. ചെന്നൈയിലാണ് ഇപ്പോൾ മമ്മൂട്ടി ഉള്ളത്. അപ്പോൾ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു. ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ ടെസ്റ്റ് ഫലങ്ങളൊക്കെ നെഗറ്റീവായിരിക്കുന്നു. അത് വലിയ ആശ്വാസമാണ് കുറേ ആളുകൾക്ക് പകരുന്നത്. വലിയ വാർത്ത എന്നാണ് മാലാപാർവതി അടക്കമുള്ള പ്രമുഖരൊക്കെ അതിന് താഴെ കമൻറ്റ് ചെയ്തുകൊണ്ടേയിരിക്കുന്നു. ആൻഡോ ജോസഫിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ താഴെ കമൻറ്റുകൾ നിരവധി വന്നുകൊണ്ടേയിരിക്കുന്നു. വലിയ ആശ്വാസം പങ്കുവച്ച് കാത്തിരുന്ന മടങ്ങിവരവാണ്. മമ്മൂട്ടി തിരിച്ചെത്തുകയാണ്. ഒരുപാട് ചിത്രങ്ങൾ ഇനിയും ചെയ്തു തീർക്കാനുണ്ട്. പൂർണ്ണാരോഗ്യവാനായി മമ്മൂട്ടി എത്തുകയാണ്. നവമിയിലേക്ക് ഒരിക്കൽ കൂടി. നവമി, ഇപ്പോൾ ഈ ഫാൻസ് അസോസിയേഷൻ പ്രതിനിധികളെല്ലാം പറഞ്ഞതുപോലെ അവരൊക്കെ കാത്തിരിക്കുകയാണ്. ഓരോ സിനിമയ്ക്കും കാത്തിരിക്കുന്നവരുണ്ട്. മമ്മൂട്ടിയുടെ ഓരോ ചലനങ്ങളും ഉറ്റുനോക്കുന്നവരുണ്ട്. വലിയ ആശ്വാസത്തിലാണ് അവരൊക്കെ. അതെ അശ്വതി, അദ്ദേഹത്തിന്റെ ആന്റോ ജോസഫിന്റെ ഫേസ്ബുക്ക് പോസ്റ്റിന് താഴെ വന്ന് നിരവധി പേരാണ് കമന്റുകൾ അവരുടെ സന്തോഷം, ദൈവത്തിന്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ, അങ്ങനെ നിരവധി പോസ്റ്റുകൾ ഇട്ടിരിക്കുന്നത് അവരുടെ സന്തോഷമൊക്കെ പങ്കുവയ്ക്കുന്നുണ്ട്. മലയാള സിനിമയിലെ അദ്ദേഹത്തിന്റെ സഹപ്രവർത്തകർക്കടക്കം വലിയ സന്തോഷമാണ്. കാരണം മമ്മൂട്ടി ഇല്ലാത്തൊരു മലയാള സിനിമ, അല്ലെങ്കിൽ മമ്മൂട്ടി മാറി നിൽക്കുന്നു മലയാള സിനിമയിൽ നിന്നൊക്കെ പറയുമ്പോൾ അവർക്ക് വലിയ വിഷമം തന്നെയാണ്. പ്രത്യേകിച്ച് ഈ അടുത്തിടയിൽ നടന്ന താരസംഘടനയിലെ പ്രശ്നങ്ങളും പിന്നീട് അമ്മ തിരഞ്ഞെടുപ്പ്, ഇതെല്ലാം തന്നെ മമ്മൂട്ടി മോഹൻലാലും മുൻപന്തിയിൽ നിന്ന് നടത്തുന്നതാണ് സാധാരണയായി നമ്മൾ കണ്ടുവന്നത്. പക്ഷെ ഇപ്പോൾ അതിൽ നിന്നും അദ്ദേഹം വിട്ടു നിൽക്കുമ്പോൾ ആ സഹപ്രവർത്തകർക്ക് വലിയ വിഷമമാണ്. അന്ന് ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടൊക്കെ നമ്മൾ അവരുമായി ബന്ധപ്പെടുമ്പോഴൊക്കെ മമ്മൂട്ടി ഫോണിൽ വിളിച്ച് കാര്യങ്ങൾ ചോദിച്ചറിയാറുണ്ടായിരുന്നു. എല്ലാവിധ ആശംസകളും അദ്ദേഹം ചേർത്ത് നൽകുന്നുണ്ട്. അങ്ങനെ നിരന്തരം മമ്മൂട്ടിയുമായി സഹപ്രവർത്തകർ ഫോൺ വിളിക്കുമായിരുന്നു. അദ്ദേഹത്തിന്റെ ആരോഗ്യസ്ഥിതിയെ കുറിച്ചുള്ള അന്വേഷണങ്ങൾ നടത്തുമായിരുന്നു. എന്തായാലും അവർക്കൊക്കെ വലിയ ആശ്വാസം നൽകുന്ന വാർത്ത കൂടിയാണ്. മമ്മൂട്ടിയുടെ ആരോഗ്യ സ്ഥിതിയിൽ മറ്റ് പ്രശ്നങ്ങളൊന്നുമില്ല. പരിശോധനാ ഫലങ്ങളെല്ലാം വന്നു. അതിൽ അദ്ദേഹം പൂർണ്ണ ആരോഗ്യവാനാണ്. ഇനി ചെറിയ റെസ്റ്റ് മാത്രം മതി അദ്ദേഹത്തിന്. വിശ്രമം ജീവിതം കൂടി അവസാനിച്ചു കഴിഞ്ഞാൽ തിരിച്ച് മലയാള സിനിമയിൽ സജീവമാകും. നേരത്തെ ചെയ്തു വെച്ചിരിക്കുന്ന പ്രൊജക്ടുകളുടെ ഭാഗമാകും. പുതിയ ഒരുപാട് സിനിമകൾ, കൈ നിറയെ സിനിമകളുമായാണ് മമ്മൂട്ടി തിരിച്ചെത്തുക എന്ന് തന്നെയാണ് അണിയറ പ്രവർത്തകർ പറയുന്നത്, സിനിമാ താരങ്ങൾ, അദ്ദേഹത്തിന്റെ സഹപ്രവർത്തകർ പറയുന്നത്. പിന്നെ വീണ്ടും മലയാള സിനിമയിൽ സജീവമാകട്ടെ മമ്മൂട്ടി, അതിനുവേണ്ടി കാത്തിരിക്കുകയാണ് മലയാളികൾ എല്ലാവരും.
അതാണ് മമ്മൂട്ടി മടങ്ങി വരുന്നു എന്ന സൂചന നൽകിക്കൊണ്ടുള്ള ആൻഡ്രോ ജോസഫിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റാണ് ഇപ്പോൾ പ്രേക്ഷകർ കാണുന്നത്. അദ്ദേഹം 6 മാസത്തിലധികമായി നമുക്കറിയാം ഒരുപാട് സിനിമകളുടെയൊക്കെ ഷൂട്ടിങ്ങൊക്കെ മാറ്റിവെച്ച് വിശ്രമത്തിലായിരുന്നു, ചികിത്സയിലായിരുന്നു. അദ്ദേഹത്തിൻ്റെ അസുഖം അതുപോലും ആരാധകരെ സംബന്ധിച്ചിടത്തോളം വലിയ ആശങ്കയുണ്ടാക്കിയിരുന്നു. ഇപ്പോൾ അതിനെല്ലാത്തിനും ഒരു പരിഹാരമെന്നോണം അദ്ദേഹത്തിൻ്റെ ടെസ്റ്റുകളൊക്കെ നെഗറ്റീവായി അദ്ദേഹം മടങ്ങി വരുന്നു എന്ന രീതിയിൽ ആൻഡ്രോ ജോസഫിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റ് പുറത്തു വന്നിരിക്കുകയാണ്. പ്രാർത്ഥന ഫലം കണ്ടു. നിരവധി പേരുടെ, ലോകമെമ്പാടുമുള്ള ഒരുപാട് പേരുടെ പ്രാർത്ഥന ഫലം കണ്ടു. പ്രാർത്ഥനയ്ക്ക് നന്ദി, ദൈവത്തിന് നന്ദി എന്നാണ് ആൻഡ്രോ ജോസഫ് ഫേസ്ബുക്കിൽ കുറിച്ചിരിക്കുന്നത്. ഇപ്പോൾ അതിന് താഴെയായി ഒരുപാട് കമൻറ്റുകൾ വന്നുകൊണ്ടിരിക്കുന്നു. മമ്മൂട്ടിയുടെ മടങ്ങി വരവ് ആഗ്രഹിച്ച ഒരുപാട് പേരുടെ കമൻറ്റുകൾ, ആരാധകരുടെ കമൻറ്റുകൾ വന്നുകൊണ്ടിരിക്കുന്നു. സെപ്റ്റംബർ 7 അദ്ദേഹത്തിൻ്റെ പിറന്നാളാണ്. അത് ഗംഭീരമായി ആഘോഷിക്കാനാണ് ഇപ്പോൾ മമ്മൂട്ടി ഫാൻസ് അസോസിയേഷൻ പ്രതിനിധികളൊക്കെ നമ്മളോട് സംസാരിക്കുമ്പോൾ അവരൊക്കെ അതിൻ്റെ ഒരു പ്ലാനിങ് തുടങ്ങിക്കഴിഞ്ഞു എന്നാണ്. ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ ആ മേഖലയിൽ വലിയ രീതിയിൽ ആഘോഷമാക്കാൻ ശ്രമിക്കുകയാണ് അവർ. ഇപ്പോൾ അദ്ദേഹം ചെന്നൈയിലാണ് ഉള്ളത്. ഇപ്പോൾ മമ്മൂട്ടിയുടെ PRO റോബർട്ട് കുര്യാക്കോസ് നമുക്കൊപ്പം ചേരുകയാണ്. ശ്രീ റോബർട്ട്, ഞങ്ങൾക്കൊക്കെ വളരെ സന്തോഷം തോന്നുന്ന ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ആൻഡ്രോ ജോസഫിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നു. എല്ലാവരുടെയും പ്രാർത്ഥനകൾക്ക് ഫലം കണ്ടിരിക്കുന്നു, ദൈവത്തിന് നന്ദി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്താണ് അദ്ദേഹത്തിൻ്റെ ആരോഗ്യനില ഇപ്പോൾ? അല്ല, എല്ലാവർക്കും നന്ദി പറയാനൊരു സാഹചര്യം അത്രയേ ഉള്ളൂ. ചെറിയ ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നതെല്ലാം അങ്ങ് മാറി, പരിപൂർണമായിട്ടും ക്ലിയർ ആയി. അതുകൊണ്ട് എല്ലാവർക്കും ഒരു സന്തോഷം. ഓക്കെ, അദ്ദേഹം ചെന്നൈയിലാണോ ഇപ്പോൾ ഉള്ളത്? അതെ, ചെന്നൈയിലാണുള്ളത്. എന്നായിരിക്കും ഇങ്ങോട്ടേക്ക് മടങ്ങി വരിക കേരളത്തിലേക്ക്? അദ്ദേഹം നിശ്ചയിക്കുന്ന പോലെ ആയിരിക്കും. അദ്ദേഹമാണല്ലോ അദ്ദേഹത്തിന്റെ കാര്യങ്ങൾ നിശ്ചയിക്കുക. അദ്ദേഹം ഒരു വിശ്രമവും ഇടവേളയും എടുത്തിരുന്നു. അതിന്റെ ഒരു ഗ്യാപ്പ് ഈ ദിവസങ്ങളിൽ തന്നെ പ്രതീക്ഷിക്കാം. എന്തായാലും ഒരു മാസം കൂടെയൊക്കെ പ്രതീക്ഷിക്കാമായിരിക്കാം. 1 മാസത്തിനുള്ളിലൊക്കെ ആയിട്ട് നമുക്ക് പ്രതീക്ഷിക്കാമായിരിക്കാം. ഒരുപാട് സിനിമകൾ ഇനിയും ചെയ്യാനുണ്ട്. പിന്നെ തീർച്ചയായും ഒരുപാട് ചിത്രങ്ങൾ ലൈനിൽ ഇങ്ങനെ നിൽക്കുകയാണ്. റിലീസ് കാത്തു നിൽക്കുന്ന ചിത്രങ്ങളുണ്ട്, ചിത്രീകരണം പൂർത്തിയാക്കേണ്ടതുണ്ട്. അതിലുപരി എക്സൈറ്റിംഗ് ആയ കുറെ പ്രോജക്റ്റുകൾ പുറകെ വരുന്നു. അപ്പം ഇതെല്ലാം സാധ്യമാക്കി കാണേണ്ടതുണ്ട്. വലിയ സന്തോഷത്തിലാണ് മമ്മൂട്ടി ആരാധകർ. ഇപ്പോൾ ഈ ആൻഡ്രോ ജോസഫിന്റെ ഫേസ്ബുക്ക് പോസ്റ്റിന് താഴെയൊക്കെ ഒരുപാട് കമന്റുകൾ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കുന്നു. അതെ. എല്ലാവരും ആഗ്രഹിക്കുന്ന ഒരു പ്രസൻസ് ആണല്ലോ അത്. കുറച്ചുകാലമേ അദ്ദേഹം മാറി നിൽക്കുമ്പോൾ എല്ലാവരും അദ്ദേഹം വരണം, പുതിയ പോസ്റ്റുകൾ കാണണം, പുതിയ ചിത്രങ്ങൾ കാണണം എന്നൊക്കെ പറഞ്ഞ ആരാധകരുടെ ഒരു വലിയ, ആരാധകരെന്ന് മാത്രമല്ല എല്ലാവരും, മലയാളികളെല്ലാവരും. അത് തീർച്ചയായിട്ടും മലയാളികളെന്ന് പോലും പറഞ്ഞാൽ പോരാ. ശ്രീ റോബർട്ട്, കളങ്കാവലിന്റെ പ്രൊമോഷന് മമ്മൂട്ടി ഉണ്ടാകുമോ? കളങ്കാവിന് അത്യാവശ്യം പ്രൊമോഷൻ ഉണ്ടല്ലോ. ഇനിയിപ്പോ അദ്ദേഹം ഉണ്ട്. അദ്ദേഹത്തിന്റെ ഫിസിക്കൽ പ്രസൻസ് എനിക്ക് അറിയത്തില്ല, അദ്ദേഹം എങ്ങനെയാണ് വിശ്രമങ്ങളെ ഡിസൈൻ ചെയ്തിരിക്കുന്നതെന്ന്. അപ്പം റിലീസും നിശ്ചയിച്ചു വരുന്നതേ ഉള്ളൂ. എന്തായാലും നമുക്ക് ഉടനെ പ്രതീക്ഷിക്കാം. ഒരൊറ്റ കാര്യം കൂടി ചോദിക്കട്ടെ. ഞാനിങ്ങനെ പറയുമായിരുന്നു, അദ്ദേഹത്തിന്റെ ഒരു ജീവിതചര്യ, ചിട്ടയായ ജീവിതചര്യ, ഫുഡിന്റെ കാര്യത്തിലാണെങ്കിലും വ്യായാമത്തിന്റെ കാര്യത്തിലും ഒക്കെ ആണെങ്കിലും ഈ ഒരു തിരിച്ചുവരവ്, വളരെ പെട്ടെന്നുള്ള ഒരു തിരിച്ചുവരവ് അതിന്റെ ഒരു ഫലം തന്നെയാണല്ലേ? അല്ല, തീർച്ചയായും അദ്ദേഹം ഒരിക്കലും അദ്ദേഹത്തിന്റെ ആരോഗ്യത്തെ കൈവിട്ടിരുന്നില്ല, അദ്ദേഹത്തിന്റെ ദിനചര്യകളും കൈവിട്ടിരുന്നില്ല. അതുകൊണ്ടാണ് അദ്ദേഹം ആരോഗ്യവാനായിരിക്കുന്നതും ദൈവം അദ്ദേഹത്തെ പൊന്നുപോലെ കാക്കുന്നതും. ഇനിയിപ്പോ സെപ്റ്റംബർ 7 ഗംഭീര പരിപാടികളൊക്കെ പ്ലാൻ ചെയ്യുകയാണ് ഫാൻസ് അസോസിയേഷൻ. അതെ 30,000 പേരുടെ രക്തദാനം ലോകമെമ്പാടും. അത് പലയിടത്തും തുടങ്ങിക്കഴിഞ്ഞു. കഴിഞ്ഞ വർഷവും അത് 30,000 നടന്നു. അവർ തന്നെ ഇത്തവണ കൊടുത്താൽ പോലും 30,000 ആകും. പക്ഷെ എന്റെ ഒരു പ്രതീക്ഷ 30,000-ന് മുകളിൽ പോകുമെന്നുള്ളത് തന്നെയാണ്. എന്തായാലും എല്ലാവരും രക്തദാനം നടത്തുന്ന ആ ക്യാമ്പയിന്റെ തിരക്കിലാണ്. രക്തദാനം മാത്രമല്ല, ഒരുപാട് പരിപാടികൾ, ഒരുപാട് എണ്ണിയാലൊടുങ്ങാത്ത ചാരിറ്റി വർക്കുകൾ ആരാധകർ ലോകമെമ്പാടും ഡിസൈൻ ചെയ്തിട്ടുണ്ട്. എന്തായാലും അദ്ദേഹത്തിന് ഉണ്ടായിരുന്ന ബുദ്ധിമുട്ടുകളൊക്കെ പൂർണ്ണമായി മാറി അല്ലേ? അതെ, അദ്ദേഹത്തിന് ഉണ്ടായിരുന്ന ബുദ്ധിമുട്ടുകളൊക്കെ പൂർണ്ണമായിട്ടും മാറി. പൂർണ്ണ ആരോഗ്യവാനായപ്പോൾ അദ്ദേഹം മടങ്ങുകയാണ്. അതെ, ഏത് മനുഷ്യനും ഏത് സമയത്തും ഉണ്ടാകാവുന്ന ശാരീരികമായ ബുദ്ധിമുട്ടുകൾ, അത് എല്ലാവർക്കും ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകളാണ് അദ്ദേഹത്തിനും ഉണ്ടായത്. പക്ഷെ അദ്ദേഹത്തിന് ബുദ്ധിമുട്ടുണ്ടാകുമ്പോൾ അദ്ദേഹം അവധി എടുക്കുമ്പോൾ അത് ലോകം മുഴുവൻ ശ്രദ്ധിച്ചു. അതാണ് അതിന്റെ അകത്ത് സംഭവിച്ചത്. അത്രയേ ഉള്ളൂ. അതെ, സ്റ്റൈലും ലുക്കിനായിട്ട് ഞങ്ങൾ അദ്ദേഹത്തിന്റെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റിനായിട്ട് കാത്തിരിക്കുകയാണ്. അതെ, ഉണ്ടായേക്കും. താങ്ക് യു സോ മച്ച് ശ്രീ റോബർട്ട്. താങ്ക് യു. ശ്രീമതി മാലാ പാർവതി കൂടി നമുക്കൊപ്പം ചേരുകയാണ്. ശ്രീമതി മാലാ പാർവതി, വലിയ വാർത്ത എന്നായിരുന്നു താങ്കളുടെ പ്രതികരണം ആ പോസ്റ്റിന് താഴെ. ഞങ്ങൾക്കൊക്കെ വലിയ സന്തോഷം. എന്താണ് പറയാനുള്ളത്?
ഒരു 6 മാസമായിട്ട് മമ്മൂക്കയും മിസ്സിംഗ് ആയിരുന്നു. എന്ന് വെച്ചാല് മാർച്ച് ഏപ്രിൽ ഒരുപക്ഷെ എല്ലാവരുടെയും മനസ്സിൽ എല്ലാ കുടുംബങ്ങളിലും മലയാള സിനിമയെ സ്നേഹിക്കുന്ന എല്ലാവരുടെയും ഒരു പ്രാർത്ഥനയായിരുന്നു കാണും മമ്മൂക്കയുടെ ആരോഗ്യത്തിന് വേണ്ടി. അങ്ങനെ അല്ലാത്ത ഒരാളും ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ഞാനും അതില് ഒരു ഭാഗമായിരുന്നു. മമ്മൂക്കയ്ക്ക് വേണ്ടി, കുടുംബത്തിന് വേണ്ടിയും ആയുരാരോഗ്യത്തിന് വേണ്ടി പ്രാർത്ഥിച്ച ഒരാൾ തന്നെയാണ്. മുഴുവനായിട്ടും ടോട്ടൽ റെമിഷൻ, മുഴുവൻ അസുഖം നെഗറ്റീവായി, അസുഖം മാറി എന്നറിയുമ്പോൾ നമുക്കത് ഒരു വലിയ ഇത്രയും ഭയങ്കര ഒരുപാട് നന്ദിയോടെ ഈശ്വരനോട് നന്ദി, ചികിത്സിച്ച ഡോക്ടർമാരോട്, ആശുപത്രിയോടൊക്കെ നന്ദി. പൂർണ്ണ ആരോഗ്യവാനായിട്ട് അദ്ദേഹം തിരിച്ചു വരണം. അദ്ദേഹത്തിന് ഇനിയും എത്രയോ വേഷങ്ങൾ കാണാനുണ്ട്. അദ്ദേഹം ഒരു പ്രൊട്ടക്ഷനാണ്. സത്യം പറഞ്ഞാൽ അദ്ദേഹം സിനിമയിൽ ഉണ്ടെന്ന് പറയുന്നതേ നമുക്കൊരു ബലമാണ്. അപ്പൊ അദ്ദേഹം അവിടെ ഉണ്ട് എന്ന് അറിയുമ്പോൾ ഉണ്ടാകുന്ന ഒരു സമാധാനം ഭയങ്കര വലുതാണ്. അപ്പൊ ശ്രീമതി മാല പറയും, നമുക്ക് മിസ് ചെയ്തത് സിനിമയിൽ മാത്രമല്ല, പൊതുപരിപാടികളിൽ അദ്ദേഹത്തെ ഒരുപാട് മിസ് ചെയ്തു. പൊതുപരിപാടിയിൽ അദ്ദേഹത്തിന്റെ ഒരു പ്രസൻസ് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ് നമുക്ക് ഒരുപാട് കാര്യങ്ങളില്. അപ്പൊ അത് അദ്ദേഹം തിരിച്ചു വരുന്നു ആരോഗ്യമായിട്ട് വലിയ, ഞാൻ പറയില്ല, അത് ഒരു ഗ്രേറ്റസ്റ്റ് ന്യൂസ് എവർ ഞാൻ ചുമ്മാ പറഞ്ഞതല്ല. വളരെ സന്തോഷം, ഇങ്ങനെ ഒരുപാട് സന്തോഷം, ശരിക്കും സന്തോഷം. അതെ, ആ ജീവിത ശൈലിയെ കുറിച്ച് ഞാൻ പറയുകയായിരുന്നു. അതുകൊണ്ടാണ് ഈ മടങ്ങി വരവ് പെട്ടെന്നായതെന്നും. അതെ, 100%. അതെ അതെ അതെ. എല്ലാരും പറഞ്ഞു ഇങ്ങനെയൊക്കെ നോക്കിയിട്ട് അസുഖം വന്നില്ല. അസുഖമൊക്കെ വരും, പക്ഷെ അദ്ദേഹത്തിന് തിരിച്ചു വരാൻ കഴിഞ്ഞ അദ്ദേഹത്തിന്റെ ചിട്ടയായിട്ടുള്ള ജീവിതവും കാര്യങ്ങളും കൊണ്ടാണ്. തീർച്ചയായിട്ടും. വളരെയധികം നന്ദി ശ്രീമതി മാല പാർവതി ഞങ്ങളോട് സംസാരിച്ചതിന്. പൂർണ്ണ ആരോഗ്യവാനായി മമ്മൂട്ടി എത്തുന്നതിൽ സിനിമാ ലോകം മാത്രമല്ല, വിവിധയിടങ്ങളിൽ നിന്നുള്ള മലയാളികളാകെ, ലോകമെമ്പാടുമുള്ള ആളുകൾ അവർ വലിയ സന്തോഷത്തിലാണ്, പ്രതീക്ഷയിലാണ്. ഒരുപാട് സിനിമകൾ ഇങ്ങനെ ബാക്കി നിൽക്കുന്നു, അഭിനയിച്ച് തീർക്കാൻ ഒരുപാട് ഉണ്ട്. ഇനിയും അദ്ദേഹം കമ്മിറ്റ് ചെയ്യാത്ത, നേരത്തെ ശ്രീ റോബർട്ടൊക്കെ പറഞ്ഞതുപോലെ ഒരുപാട് സിനിമകൾ വളരെ കൗതുകമുള്ള സിനിമകൾ ബാക്കി നിൽക്കുന്നു മമ്മൂട്ടിക്ക് ചെയ്യാനായി. അദ്ദേഹം പൂർണ്ണാരോഗ്യത്തോടെ തിരിച്ചു വരികയാണ് എന്നുള്ള വലിയ സന്തോഷമുള്ള വാർത്ത. ആരാധകരുടെ ആശങ്കകൾക്കൊക്കെ വിരാമമിട്ടുകൊണ്ട് ചെറിയ ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നു അദ്ദേഹത്തിന്, അതെല്ലാം പൂർണ്ണമായി മാറിയെന്നാണ് അദ്ദേഹത്തിൻ്റെ PR നമ്മളോട് അല്പസമയം മുമ്പ് സംസാരിച്ചപ്പോൾ പറഞ്ഞത്. ഇപ്പോൾ ചെന്നൈയിലാണുള്ളത്, പിന്നെ എല്ലാ കാര്യങ്ങളും അദ്ദേഹത്തിൻ്റെ തീരുമാനമാണ്. എത്ര സമയം അദ്ദേഹം ഇനിയും വിശ്രമത്തിലുണ്ടാകും, എപ്പോൾ അദ്ദേഹം മടങ്ങി വരും, ഏത് പ്രൊമോഷനായിരിക്കും ആദ്യം എത്തുക, ഏത് വേദിയിലായിരിക്കും ആദ്യം എത്തുക, അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റ് നമ്മൾ പ്രതീക്ഷിക്കുന്നു, ഒരു ചിത്രം നമ്മൾ പ്രതീക്ഷിക്കുന്നു, അങ്ങനെയെല്ലാം അതിലേക്ക് നമ്മൾ ഉറ്റുനോക്കുന്നു. അതെല്ലാം അദ്ദേഹത്തിൻ്റെ തീരുമാനമാണ്. തീർച്ചയായും നിലപാടുള്ള, പൊതുരംഗത്തൊക്കെ വളരെ ഇറങ്ങി പ്രവർത്തിക്കുന്ന ഒരു നടൻ എന്നതിനപ്പുറത്തേക്ക് ഒരു നല്ല മനുഷ്യൻ കൂടിയാണ് അദ്ദേഹം. നമുക്കറിയാം, പലയിടത്തും നമ്മൾ അദ്ദേഹത്തെ ഒരു 6-7 മാസമായി മിസ് ചെയ്തിരുന്നു. അത് വലിയൊരു ഒരു വിടവ് തന്നെയായിരുന്നു മമ്മൂട്ടിയെ സംബന്ധിച്ചിടത്തോളം. നേരത്തെ മാലാപാർവതി പറഞ്ഞ പോലെ കുറേ ആളുകളുടെ ബലമാണ് മമ്മൂട്ടി. ആ ബലം തിരിച്ചെത്തുന്നു, പ്രാർത്ഥനയ്ക്ക് ഫലം കണ്ടിരിക്കുന്നു, പൂർണ്ണ ആരോഗ്യവാനായി മമ്മൂട്ടി തിരിച്ചെത്തുന്നു എന്ന വാർത്തയാണ് ഇപ്പോൾ ഈ മണിക്കൂറിൽ ഏറ്റവും പ്രധാനമായി പ്രേക്ഷകരിലേക്ക് എത്തിക്കാനുള്ളത്. നവമിയിലേക്ക് ഒരിക്കൽ കൂടി. നവമി, അങ്ങനെ മമ്മൂട്ടി തിരിച്ചു വരുന്നു എന്ന വാർത്ത സ്ഥിരീകരിക്കപ്പെട്ടിരിക്കുന്നു. അദ്ദേഹത്തിൻ്റെ ആ വിടവ് അത്രത്തോളം വലുതായിരുന്നു എന്നിപ്പോൾ നമ്മളോട് സംസാരിച്ചവരിൽ നിന്നൊക്കെ നമുക്ക് അവരുടെ വാക്കുകളിൽ നിന്ന് മനസ്സിലായി. ഇപ്പോൾ ശ്വേത മേനോൻ നമുക്കൊപ്പം ചേരുകയാണ്. ശ്വേത, ആൻഡ്രോ ജോസഫിന്റെ ആ ഫേസ്ബുക്ക് പോസ്റ്റ് അത് ഒരുപാട് പേർക്ക് ആശ്വാസവും സന്തോഷവും ഒക്കെ പകർന്നതാണ്. മമ്മൂക്ക തിരിച്ചു വരുന്നു എന്നുള്ളത് എന്താണ് പ്രതികരിക്കുന്നത്, എങ്ങനെയാണ് പ്രതികരിക്കുന്നത്? ഭയങ്കര സന്തോഷം. മമ്മൂക്ക എവിടെ പോയതൊന്നും എനിക്ക് തോന്നിയില്ല. മൂപ്പർ എവിടെയെങ്കിലും പോയിട്ടുണ്ട്. എനിക്ക് എന്നെ സംബന്ധിച്ച് മൂപ്പർ ഏതോ ഒരു ഷൂട്ടിംഗ് ലൊക്കേഷനിലാണ്, കുറച്ച് ഫാർ അവേ ആണ്. അത്ര മാത്രം ഞാൻ ഇതുള്ളൂ. ഒരു അനശ്വരമായ, എന്താ പറയാ, അനശ്വരം രീതിയിൽ തിരിച്ചു വരട്ടെ. എറ്റേണിറ്റി. ഈസ് ദ മോസ്റ്റ് ലവ്ഡ് ആൻഡ് റെസ്പെക്റ്റഡ് മാൻ. ശ്വേത, ഞാൻ പറയായിരുന്നു, ഒരു നടൻ എന്നതിനപ്പുറത്തേക്ക് ഒരു വ്യക്തി എന്ന നിലയിൽ പോലും പലർക്കും ഒരു 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 സ്ട്രോങ് പില്ലർ ആയിരുന്നു അദ്ദേഹം, അല്ലേ? അതെ 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 അതെ. എങ്ങനെ ഒരുപാട് പേഴ്സണലായ എന്താ പറയാ പ്രശ്നങ്ങൾ സമയത്ത് മമ്മൂക്കേനെ ഒരു മെസ്സേജ് അയച്ചാൽ എനിക്ക് തോന്നുന്നു മൂപ്പര് എന്നെ ആശ്വസിപ്പിക്കുന്നതും, മൂപ്പര് ചില സമയത്ത് മൂപ്പര് അങ്ങനെ അഡ്വൈസ് തരുന്ന ഒരാളല്ല. മൂപ്പര് അഭിപ്രായം മാത്രമേ പറയുള്ളൂ. മൂപ്പര് എപ്പോഴും ഒരു ഫ്രീഡം ഓഫ് വേണമെങ്കിൽ നിങ്ങൾക്ക് എടുക്കാം, അല്ലാതെ തള്ളിക്കളയാം, ആ ഒരു രീതിയിൽ ഒരു മനുഷ്യനാണ്. അല്ലെങ്കിൽ മൂപ്പരുടെ അഡ്വൈസ് നമ്മുടെ മുകളിൽ അടിച്ചമർത്തുക അങ്ങനെ ഒരു വ്യക്തിയല്ല. ദാറ്റ്സ് എ ഗുഡ് തിങ്. ലൈക്ക് ഒരു കാരണവരാണ് മൂപ്പര്, നമ്മുടെ കാരണവരല്ലേ.
എനിക്ക് തോന്നുന്നു നിങ്ങൾക്കൊക്കെ അത്രയും അടുത്തറിയാം. ഞങ്ങൾക്കൊക്കെ നിങ്ങൾ പറഞ്ഞുള്ള അറിവാണ് മമ്മൂക്കയെ കുറിച്ച്, അദ്ദേഹത്തിന്റെ ഭക്ഷണകാര്യം, അദ്ദേഹത്തിന്റെ വ്യായാമം, അതൊക്കെ. മൂപ്പര് അതേ സമയത്ത് ഇത്രയും ഡയറ്റ് ചെയ്യുന്ന ആളാണെങ്കിലും എല്ലാം സൺഡേ ഒരു ഭക്ഷണമുണ്ട്. അത് കണ്ടാൽ നമ്മൾ വിചാരിക്കും എങ്ങനെയാണ് മൂപ്പര് ഇത്രയും ഇങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യുന്നത്. മൂപ്പര് ഒരു ചീറ്റ് ഡേ എന്ന് പറഞ്ഞാൽ അത് ഭയങ്കര ചീറ്റ് ഡേ ആണ്. സൂപ്പർലി മൂപ്പര് ഭക്ഷണം കഴിക്കും, യുനോ. അപ്പോ ഐ എം സോ ഹാപ്പി. ആൻഡോ പറഞ്ഞുകൊണ്ട് അത് ഒഫീഷ്യലി ആയിട്ട് തന്നെ നമ്മളത് കരുതണം. മമ്മൂക്കാന്റെ ബർത്ത്ഡേ വരാൻ പോവാണ്. So we should all wish him a good health and lots of എന്താ പറയാ എല്ലാം ലൈഫ് ആൻഡ് ഐസ് എല്ലാം. തീർച്ചയായിട്ടും ശ്വേത ഒരു സ്ഥാനം ഏറ്റെടുത്ത സമയം കൂടിയാണ്. ആ സമയത്ത് അദ്ദേഹത്തിന്റെ പിന്തുണ ഏത് രീതിയിലായിരുന്നു? നമ്മൾ ഈ പ്രാവശ്യം ഇൻഡിപെൻഡന്റ് ആയിട്ട് നിന്ന ആൾക്കാരല്ലേ, യുനോ. സോ ആസ് എ സീനിയർ ഓഫ് കോഴ്സ് മൂപ്പര് എല്ലാരും കൂടെ ഉണ്ടായിരുന്നു. എന്റെ കൂടെ മാത്രമല്ല, മൂപ്പര് എല്ലാരും കൂടെ ഉണ്ടായിരുന്നു. അമ്മയുടെ നന്മയ്ക്ക് വേണ്ടി മൂപ്പര് എന്ത് വേണമെങ്കിലും ആ ബ്ലെസ്സിങ്സ് എല്ലാരും കൂടെ ഉണ്ടായിരുന്നു. നമ്മൾ ഒബ്വിയസ്ലി ഒരു വോട്ടൽ രീതിയിൽ മൂപ്പര് ഞാൻ മെസ്സേജ് അയച്ചു, യാ ഗുഡ് എന്ന് പറഞ്ഞിട്ട്. നമുക്കറിയാം മമ്മൂക്ക വരില്ല, പക്ഷെ മമ്മൂക്കയുടെ ഒരു സാന്നിധ്യം ഉണ്ടായിരുന്നു എന്നുള്ള ഒരു ഫീലിംഗ് ആണ് എല്ലാവർക്കും ഫീൽ ചെയ്തത്. ശരി ശ്വേത, താങ്ക് യു സോ മച്ച് ഈ സമയത്ത് ഞങ്ങളോട് പ്രതികരിച്ചത്. എന്തായാലും മമ്മൂട്ടി മടങ്ങിയെത്തുന്നു എന്ന വാർത്തയാണ്. ഇപ്പോൾ സംവിധായകൻ ജോഫിൻ ഡി ചാക്കോ നമുക്കൊപ്പം ചേരുകയാണ്. ജോഫിൻ, മമ്മൂട്ടി അദ്ദേഹം തിരിച്ചു വരുന്നു. കുറച്ചുനാൾ വിശ്രമത്തിലായിരുന്നു. നമുക്ക് എല്ലാവർക്കും വലിയ സന്തോഷം പകരുന്ന വാർത്തയാണ് ആൻഡ്രോ ജോസഫ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്, ഫേസ്ബുക്കിലൂടെ പങ്കുവച്ചിരിക്കുന്നത്. എങ്ങനെയാണ് താങ്കളുടെ പ്രതികരണം? ഒരുപാട് സന്തോഷം എന്ന് വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞ കുറച്ച് കാലങ്ങളായിട്ട്, കഴിഞ്ഞ മാസങ്ങളായിട്ട് ഞങ്ങളെല്ലാവരും, മലയാള സിനിമ മുഴുവനും മലയാളികൾ മുഴുവനും കാത്തിരിക്കുന്നത് ഈ ഒരു തിരിച്ചുവരവിന് വേണ്ടിയായിരുന്നു. അപ്പൊ ഇന്നിപ്പോ അത്തരത്തിലൊരു വാർത്ത കേൾക്കുന്നത് വളരെ സന്തോഷം. അദ്ദേഹത്തിന്റെ കൂടെയുള്ളൊരു എക്സ്പീരിയൻസ് ഒക്കെ എങ്ങനെയാണ് പങ്കുവയ്ക്കുന്നത്? നമുക്ക് ഈ അദ്ദേഹത്തെക്കുറിച്ചുള്ള ഇന്റർവ്യൂസ് നിങ്ങളൊക്കെ പറയുന്നത് അതൊക്കെയാണ് നമുക്ക്. അപ്പോൾ അതിലൂടെ തന്നെ ഒരു വ്യക്തി എന്ന നിലയിൽ വളരെയധികം മികച്ചു നിൽക്കുന്ന, ഒരു നടൻ എന്നതിലപ്പുറത്തേക്ക് ഒരു വ്യക്തി എന്ന നിലയിൽ മികച്ചു നിൽക്കുന്ന ഒരു ഫാമിലി മാൻ ആയിട്ടുള്ളൊരു മനുഷ്യൻ അല്ലേ? അതെ അതെ. എന്നെ സംബന്ധിച്ച് അപ്പോൾ എന്റെ ആദ്യ സിനിമ പ്രീസ്റ്റ് ആയിരുന്നു. പ്രീസ്റ്റ് എന്ന് പറയുന്ന സിനിമയിലൂടെയാണ് ഞാൻ സംവിധായകനായിട്ട് മലയാള സിനിമയിലേക്ക് വരുന്നത്. അപ്പോൾ എന്റെ ആദ്യ സിനിമയിലെ നായകൻ എന്നതിനേക്കാൾ ഉപരി ഇപ്പൊ എന്റെ രണ്ടാം സിനിമ രേഖാചിത്രം കണ്ടവർക്ക് അറിയാം. ആ സിനിമ സംഭവിക്കണം എന്നുണ്ടെങ്കിൽ ഒരുപാട് തവണ എല്ലാവരും പറഞ്ഞിട്ടുള്ളതാണെങ്കിൽ കൂടി ആ സിനിമ സംഭവിക്കണം ഉണ്ടായിരുന്നെങ്കിൽ അത് മമ്മൂക്കയുടെ ഒരു യെസ് കിട്ടിയത് മാത്രമായിരുന്നു ആ സിനിമ സംഭവിച്ചിട്ടുണ്ടായിരുന്നത്. ആ സിനിമയ്ക്ക് മമ്മൂക്ക ഈ രേഖാചിത്രത്തിനൊക്കെ ഒരുപാട് വർഷം മുമ്പ്, 4 വർഷം മുമ്പ് തന്നെ അത് ഓക്കെ പറയുകയും പിന്നീട് ഓരോ തവണ എന്റെ അടുത്ത് അപ്ഡേറ്റ് ചോദിക്കുകയും അവസരം റിലീസായ സമയത്ത് ഈ സിനിമയുടെ മമ്മൂക്ക ഭാഗമല്ലാതിരുന്നൊരു സിനിമയാണ് രേഖാചിത്രം. മമ്മൂക്കയുടെ പ്രസൻസ് ഉണ്ട്, മമ്മൂക്കയുടെ പ്രസൻസ് ഉണ്ടെങ്കിൽ മാത്രമേ ആ സിനിമ സംഭവിക്കുള്ളൂ. പക്ഷേ എങ്കിലും മമ്മൂക്ക അഭിനയിക്കാത്ത ഒരു സിനിമയാണ്. അതിൽ ഒരു ഡയലോഗ് മാത്രം പറഞ്ഞിട്ടുള്ള ഒരു അതായിരുന്നു മമ്മൂക്കയുടെ ഉണ്ടായിരുന്നത്. പക്ഷെ മമ്മൂക്ക അതിന്റെ പ്രൊമോഷന് 2 തവണ വരികയും ഞങ്ങളെ വീട്ടിൽ വിളിക്കുകയും നമുക്ക് ആ സിനിമ കണ്ട് ഭയങ്കരമായിട്ട് അഭിനന്ദിക്കുകയും ഞാൻ ഈ പറയുന്ന സമയങ്ങളിലൊക്കെ മമ്മൂക്കയെ ദുബായിലൊക്കെ വെച്ച് കാണുകയും അങ്ങനെ ഞങ്ങളുമായിട്ട് ഭയങ്കര സൗഹൃദം, ഭയങ്കര എന്നോട് പേഴ്സണലി എനിക്ക് പേഴ്സണലി അദ്ദേഹത്തെ ഒരു സ്നേഹവും അതേ സ്നേഹം തിരിച്ചു കിട്ടുകയൊക്കെ ചെയ്തിട്ടുള്ള ഒരു ആളാണ്. അപ്പോൾ അത് ഈ പറയുന്ന ഇങ്ങനെ നമുക്ക് ഇപ്പോ പൂർവാധീന ശക്തിയോടെ തിരിച്ചു വരുന്നു എന്ന് പറയുമ്പോൾ ഭയങ്കര സന്തോഷം. അതൊന്ന് ആൻഡ്രോ ചേട്ടൻ വിളിച്ചു പറഞ്ഞ സമയത്ത് ഒരുപാട് സന്തോഷം. ഞങ്ങൾ അത് വെയിറ്റ് ചെയ്യായിരുന്നു മമ്മൂക്കയുടെ തിരിച്ചു വരുന്നതിന് വേണ്ടിയിട്ട്. താങ്ക് യു ജോഫിൻ ഞങ്ങളോട് സംസാരിച്ചത്. ജോഫിൻ ടി ചാക്കോയാണ് സംസാരിച്ചത്. എന്തായാലും ഒരുപാട് പേർക്ക് സന്തോഷം പകരുന്ന വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ആൻഡ്രോ ജോസഫാണ് മമ്മൂട്ടിയുടെ തിരിച്ചുവരവ്. അദ്ദേഹത്തിൻ്റെ ബുദ്ധിമുട്ടുകളൊക്കെ പൂർണ്ണമായും മാറി എന്നാണ് മനസ്സിലാക്കുന്നത്. അത് അതിലേറെ സന്തോഷം തരുന്നു. കാരണം അത്രത്തോളം ജീവിതത്തെ സ്നേഹിച്ച, എല്ലാ രീതിയിലും ചിട്ടയോടെ ജീവിച്ച ഒരു മനുഷ്യനാണ്. അദ്ദേഹത്തിന് പെട്ടെന്നൊരു അസുഖം എന്ന് പറഞ്ഞപ്പോൾ എല്ലാവർക്കും വലിയ ആശങ്കയുണ്ടായിരുന്നു. പ്രായത്തിനപ്പുറം ട്രെൻഡായ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ സ്റ്റൈലിനെ കുറിച്ചൊക്കെ ഒരുപാട് ചർച്ചകൾ വന്നിട്ടുണ്ടായിരുന്നു. പ്രായത്തിനപ്പുറത്തേക്ക് സഞ്ചരിച്ച മനുഷ്യനാണ്. അതുകൊണ്ട് ഈ പുതിയ പിറന്നാളിന്, അദ്ദേഹത്തിൻ്റെ പിറന്നാൾ സെപ്റ്റംബർ 7-ാം തീയതി വരാനിരിക്കുകയാണ്. അത് വളരെ സ്പെഷ്യലാക്കാനാണ് എന്തായാലും മമ്മൂട്ടി ഫാൻസ് അസോസിയേഷൻ്റെ തീരുമാനം. രക്തദാനം അടക്കമുള്ള ജീവകാരുണ്യ പ്രവർത്തനങ്ങളിലേക്കൊക്കെ പ്ലാനുകൾ ഇങ്ങനെ പോയിക്കൊണ്ടേയിരിക്കുന്നു. പലയിടത്തും തുടങ്ങിയതായാണ് നേരത്തെ അദ്ദേഹത്തിൻ്റെ PRO സംസാരിച്ചപ്പോൾ പറഞ്ഞത്. എന്തായാലും അദ്ദേഹത്തിൻ്റെ ഭാഗത്ത് നിന്നുകൂടിയുള്ള ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഒരു എഴുത്ത്, അദ്ദേഹത്തിൻ്റെ ഒരു ചിത്രം, അത് ആരാധകർ ഉടൻ തന്നെ പ്രതീക്ഷിക്കുന്ന ഒന്നാണ്. അത് ഉടൻ ഉണ്ടാകുമെന്ന് നമുക്ക് കരുതാം. ഇനി ഒരുപാട് ചിത്രങ്ങൾ അദ്ദേഹം പകുതി
ആക്കി പോയ, വിശ്രമ ജീവിതത്തിലേക്ക് പോയ ഒരുപാട് ചിത്രങ്ങൾ ബാക്കി കിടക്കുന്നു. ഇനിയും അത് വരാൻ, അതിലേക്കൊക്കെ നമ്മൾ കാത്തിരിക്കുന്നു. അപ്പം അതിൻ്റെ ഏതൊക്കെ പ്രൊമോഷനിലേക്ക് അദ്ദേഹം എത്തും, ഏത് വേദിയിലായിരിക്കും അദ്ദേഹം ആദ്യം എത്തുക എന്നതടക്കമുള്ള കാര്യങ്ങൾ നമ്മൾ ആകാംക്ഷയോടെ ഉറ്റുനോക്കുകയാണ്. ഇപ്പോൾ അദ്ദേഹം ചെന്നൈയിൽ തന്നെയാണുള്ളത്. എന്നാണ് കേരളത്തിലേക്ക് മടങ്ങുക എന്ന കാര്യത്തിൽ, ഡേറ്റിൻ്റെ കാര്യത്തിലൊന്നും തീരുമാനമായിട്ടില്ല. അദ്ദേഹത്തിന് എന്തായാലും വിശ്രമം ആവശ്യമുള്ള സമയമാണ് എന്ന് തന്നെ മനസ്സിലാക്കുന്നു. പക്ഷേ ഇതുവരെ അദ്ദേഹത്തിനുണ്ടായിരുന്ന എല്ലാ ബുദ്ധിമുട്ടുകളും പൂർണ്ണമായും മാറി എന്നതിൽ സ്ഥിരീകരണം ഉണ്ടായിരിക്കുകയാണ്. ചെന്നൈ അപ്പോളോ ആശുപത്രിയിലായിരുന്നു അദ്ദേഹത്തിൻ്റെ ചികിത്സ. ഇപ്പോൾ ആൻഡോ ജോസഫാണ് ഇത് ഫേസ്ബുക്കിലൂടെ പുറം ലോകത്തേക്ക് എത്തിച്ചത്. ലോകമെമ്പാടുമുള്ള ഒരുപാട് പേരുടെ പ്രാർത്ഥനയ്ക്ക് ഫലം കണ്ടു, ദൈവത്തിന് നന്ദി എന്നാണ് അദ്ദേഹം ഫേസ്ബുക്കിൽ കുറിച്ചത്. അതിന് താഴെ ഒരുപാട് കമൻറ്റുകൾ വന്നുകൊണ്ടേയിരിക്കുന്നു. മമ്മൂട്ടിയെ സ്നേഹിക്കുന്ന മമ്മൂട്ടി ആരാധകർ, സിനിമ ആരാധകർ ആ ഫേസ്ബുക്ക് പോസ്റ്റ് ഏറ്റെടുത്ത് കഴിഞ്ഞിരിക്കുന്നു. ശരി, രമേശ് പിഷാരടി, നമുക്കറിയാം മമ്മൂട്ടിക്കൊപ്പം എപ്പോഴും നമ്മൾ കാണുന്നതാണ്. അദ്ദേഹം മമ്മൂട്ടിക്കൊപ്പം തന്നെ ഇപ്പോൾ അദ്ദേഹവുമായി ബന്ധപ്പെട്ടപ്പോൾ റിസൾട്ട് എല്ലാം നെഗറ്റീവാണ് എന്ന ഏറ്റവും സന്തോഷകരമായ, ആശ്വാസകരമായ വാർത്തയാണ്. അദ്ദേഹം എല്ലാ അസുഖങ്ങളും മാറി, എല്ലാ ബുദ്ധിമുട്ടുകളും മാറി മടങ്ങി വരുന്നു എന്ന വാർത്ത, മടങ്ങി വന്നിരിക്കുന്നു എന്ന വാർത്തയാണ്. അദ്ദേഹം ഇനി ഉടൻ തന്നെ സിനിമയിൽ സജീവമാകും, പൊതുവേദികളിൽ സജീവമാകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അദ്ദേഹത്തിൻ്റെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ്, അദ്ദേഹത്തിൻ്റെ ഒരു ചിത്രം നമ്മൾ പ്രതീക്ഷിക്കുകയാണ് ഉടനെ തന്നെ. എന്തായാലും ആൻഡോ ജോസഫിൻ്റെ ഈ ഫേസ്ബുക്ക് പോസ്റ്റ് അത് വളരെയധികം എല്ലാവരിലും ആശ്വാസമുണ്ടാക്കുന്ന, സന്തോഷമുണ്ടാക്കുന്ന ഒന്നാണ്. ഒരു നടൻ എന്നതിലുപരി പൊതുരംഗത്ത് എല്ലാ കാര്യങ്ങളിലും ഇടപെടുന്ന, പൊതുവേദികളിൽ നമ്മൾ സ്ഥിരമായി കാണാറുള്ള മമ്മൂട്ടി വീണ്ടും തിരിച്ചെത്തുകയാണ്. അദ്ദേഹത്തിൻ്റെ വിശ്രമ ജീവിതം ഒരു 6 മാസമായിരുന്നെങ്കിൽ പോലും അത് വളരെ വലിയ വിടവ് എന്നാണ് അദ്ദേഹത്തെ സ്നേഹിക്കുന്നവരൊക്കെ പറഞ്ഞത്. നോക്കിയിരിക്കുകയായിരുന്നു അദ്ദേഹത്തിൻ്റെ മടങ്ങിവരവ്. അതുണ്ടാകുന്നു എന്നുള്ള ഏറ്റവും സന്തോഷകരമായ വാർത്ത അതാണിപ്പോൾ പ്രേക്ഷകരിലേക്ക് എത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ആൻഡോ ജോസഫാണ് ഈ വിവരം ഫേസ്ബുക്കിലൂടെ പ്രേക്ഷകരെ അറിയിച്ചത്. ആൻഡോ ജോസഫിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റാണ് ഇപ്പോൾ. അതിന് താഴെ ഒരുപാട് പേർ കമൻറ്റുകളുമായി എത്തുന്നു. മമ്മൂട്ടിയുടെ മടങ്ങിവരവ് അത് ആഘോഷമാക്കാൻ ഒരുങ്ങുകയാണ് മമ്മൂട്ടി ഫാൻസ് അസോസിയേഷൻ. ലോകമെമ്പാടുമുള്ള മലയാളികൾ അത് ഏറ്റെടുത്തിരിക്കുന്നു. അദ്ദേഹത്തിൻ്റെ എല്ലാ പരിശോധനാ ഫലങ്ങളും അത് നെഗറ്റീവായിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ വലിയ സന്തോഷം, ആശ്വാസം. ഇപ്പോൾ ഫിലിം PRO പ്രതീഷ് കൂടി നമുക്കൊപ്പം ചേരുകയാണ്. ശ്രീ പ്രതീഷ്, ഈ ആൻഡോ ജോസഫിൻ്റെ ഒരു പോസ്റ്റ് അത് ഒരുപാട് പേർക്ക് സന്തോഷവും ആശ്വാസവും ഒക്കെ പകരുന്നതാണ്. മമ്മൂക്ക തിരിച്ചു വരികയാണ്, എന്താണ് പ്രതികരിക്കാനുള്ളത്? സത്യം, എല്ലാവർക്കും, എല്ലാ പ്രേക്ഷകർക്കും, എനിക്കും സ്പെഷ്യലി വളരെയധികം സന്തോഷം തരുന്ന ഒരു വാർത്ത തന്നെയാണ് അത്. കാരണം നമ്മൾ ഓരോരുത്തരും കുറച്ച് നാളായിട്ട്, കാരണം അതിന് കുറച്ച് ദിവസങ്ങൾ പോലെ ആണെങ്കിലും നമുക്ക് മമ്മൂക്ക സിനിമയിൽ ആ ദിവസങ്ങളിൽ ഒരു അഭാവം ഉള്ളപ്പോഴേക്കും നമുക്കതൊരു വലിയ അഭാവം തന്നെയായിരുന്നു. കാരണം നമ്മളെ സംബന്ധിച്ച് എപ്പോഴും നമ്മൾ കാണാൻ ആഗ്രഹിക്കുന്ന, ബിഗ് സ്ക്രീനിൽ കാണാൻ ആഗ്രഹിക്കുന്ന 2 വ്യക്തിത്വങ്ങളാണ്, ഒന്ന് മമ്മൂക്കയും ഒന്ന് ലാലേട്ടനും. അപ്പൊ അതിൽ മമ്മൂക്ക കുറച്ച് നാളത്തെ ഒരു ഇടവേള കഴിഞ്ഞ് ഒരു വൻ തിരിച്ചുവരവായിരിക്കും നടത്തുന്നുള്ള സൂചന തന്നെയാണ് കഴിഞ്ഞ ദിവസം ജിതിന്റെ പടം കളങ്കാവലിന്റെ ഒരു പോസ്റ്ററിലൂടെ അദ്ദേഹം തെളിയിച്ചിരിക്കുന്നത്. എനിക്കൊന്നൊരു വലിയ കമ്പാക്ക് തന്നെയായിരിക്കും മമ്മൂക്കയുടെ ഭാഗത്ത് നിന്ന് വരാൻ വേണ്ടി പോകുന്നത്. കാരണം അദ്ദേഹം പ്രത്യേകിച്ച് ഓരോ പടത്തിന്റെ പ്രൊമോഷൻ നടക്കുമ്പോഴും പ്രേക്ഷകർക്ക് എന്ത് വേണം എന്നുള്ള രീതിയിലാണ് അദ്ദേഹം ആ പ്രൊമോഷൻ സ്ട്രാറ്റജി പോലും അവലംബിക്കുന്നത്. അതിന് ഒരു പ്രസ് മീറ്റ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഒരു ഇന്റർവ്യൂ ആയിക്കോട്ടെ, അത് പ്രേക്ഷകരിലേക്ക് വിട്ടുകൊടുത്താണ് ഒരു പടത്തിന്റെ വിജയ പരാജയങ്ങൾ തീരുമാനിക്കുന്ന ഒരു വ്യക്തിത്വം കൂടിയാണ് മമ്മൂക്ക. അപ്പം പ്രേക്ഷകരെ അത്രമാത്രം സ്നേഹിക്കുന്ന,
പ്രേക്ഷകർ അത്രത്തോളം സ്നേഹിക്കുന്ന ആ മഹാനടന്റെ മടങ്ങി വരവിന് നമ്മൾ ഓരോരുത്തരും കാത്തിരിക്കുകയാണ്. കാരണം കുറച്ച് ദിവസങ്ങൾ മാത്രമാണ് നമ്മളിൽ നിന്ന് ഒന്ന് മാറി അദ്ദേഹം ഒന്ന് വിശ്രമത്തിലായത്. പക്ഷെ അതിനെക്കാട്ടിയും വലിയ രീതിയിലുള്ള ഒരു കംബാക്ക് കളങ്കാവിലൂടെ അദ്ദേഹം തിരിച്ചു തരുമെന്ന് ഉറപ്പാണ്. പിന്നെ മഹേഷ് നാരായണന്റെ പടത്തിലും അദ്ദേഹം നല്ലൊരു റോള് കാഴ്ചവെക്കുന്നുണ്ട്. പക്ഷെ അതിനുപരി ഇപ്പൊ നമ്മൾ ഒരു വിഷ്വൽ ട്രീറ്റ് ആയിട്ട് എത്താൻ വേണ്ടി പോകുന്നത് കളങ്കാവിൽ തന്നെ ആയിരിക്കും. നമ്മൾ കാത്തിരിക്കുന്ന അദ്ദേഹത്തിന്റെ ഓരോ ഫോട്ടോയും അല്ലേ, അദ്ദേഹത്തിന്റെ ഒരു ചിത്രം പോലും നമ്മൾ ആ ലുക്ക് വൈസ് നമ്മൾ ഇതിനി എന്തായിരിക്കും എന്ന് ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ഒരു നടനാണ്. തീർച്ചയായും. കാരണം ഈ ലാസ്റ്റ് ഇപ്പൊ ഇറങ്ങിയ കളങ്കാവലിന്റേതാണെങ്കിലും അതിന്റെ അകത്ത് ഓരോ ഈ ഒരു പോസ്റ്റർ ശ്രദ്ധിച്ച് നോക്കിയാൽ തന്നെ എന്തായിരിക്കും അതിനകത്ത് ഒളിഞ്ഞിരിക്കുന്നത് എന്നുള്ളത് വളരെയധികം ഇതായിട്ടുള്ള സംഭവമാണ്. അപ്പം ഒരു കോവിഡ് സമയം കഴിഞ്ഞതിന് ശേഷം മമ്മൂക്ക ചെയ്യുന്ന ഓരോ പടങ്ങളും പ്രേക്ഷകനെ ത്രസിപ്പിക്കുന്ന രീതിയിലും ആ ഒരു ആരാധക വൃന്ദത്തെ എന്താ പറയാ നമ്മൾ മലയാള സിനിമയെ തന്നെ മറ്റൊരു തലത്തിലേക്ക് കൊണ്ടുപോകുന്ന രീതിയിലുള്ള കഥാപാത്രങ്ങളാണ് അദ്ദേഹം ചൂസ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെയാണ് നമുക്കിപ്പോ എന്താ പറയാ ഒരു മാസം അല്ലെങ്കിൽ 2 മാസം മമ്മൂക്കയുടെ ഒരു പടം ഇല്ല എന്ന് പറയുമ്പോഴേക്കും നമ്മളെ സംബന്ധിച്ച് അത് വളരെയധികം ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാരണമാണ്. കാരണം ഈ ഒരു സ്ട്രാറ്റജിയിൽ അനുസരിച്ചിട്ട് നമുക്കിപ്പം മമ്മൂക്കയുടെയും ലാലേട്ടന്റെയും പടങ്ങൾ ഉണ്ടെങ്കിൽ മാത്രമേ തിയേറ്ററിൽ അത്രയും വലിയ ഒരു ഓഡിയൻസ് തിയേറ്ററിലേക്ക് തിരിച്ചു വരത്തുള്ളൂ. അപ്പൊ അത് അത്യാവശ്യമാണോ? അപ്പം ഇവര് കുറച്ചു നാൾ പോലും നമ്മളിൽ നിന്ന് സംസാരിക്കാതെ അല്പം ഒന്ന് വിശ്രമത്തിലായാലും നമ്മളെ അത് വിഷമിപ്പിക്കുന്ന കാര്യം തന്നെയാണ്. ഇപ്പൊ ആൻഡോ ചേട്ടൻ ഈ പോസ്റ്റ് ഇട്ടതോടുകൂടി എല്ലാവർക്കും ഒരു ഉറപ്പായി അദ്ദേഹം എത്രയും പെട്ടെന്ന് പ്രൊമോഷൻ പരിപാടികളിലും മറ്റ് ഇതര വേദികളിലും സജീവ സാന്നിധ്യമായി മാറും എന്നുള്ള കാര്യം. ശരി പ്രതീഷ്, വളരെയധികം നന്ദി സംസാരിച്ചതിന്. താങ്ക് യു. ഫിലിം PRO പ്രതീഷാണ് സംസാരിച്ചത്. അദ്ദേഹം പറഞ്ഞതുപോലെ ഒരുപാട് പേർക്ക് സന്തോഷം പകരുന്ന, ആശ്വാസം പകരുന്ന ഒരു വാർത്തയാണ് ഇപ്പോൾ ആൻഡോ ജോസഫ് ഫേസ്ബുക്കിലൂടെ പങ്കുവച്ചിരിക്കുന്നത്. മമ്മൂട്ടി ആരോഗ്യം പൂർണ്ണമായും വീണ്ടെടുത്തു എന്നുള്ളതാണ്. ഇപ്പോൾ ഫിലിം PRO മഞ്ജു ഗോപിനാഥ് കൂടി നമുക്കൊപ്പം ചേരുകയാണ്. ശ്രീമതി മഞ്ജു, വലിയ സന്തോഷം പകരുന്ന ഒരു വാർത്ത ആൻഡോ ജോസഫ് ഫേസ്ബുക്കിലൂടെ പങ്കുവച്ചിരിക്കുന്നു. മമ്മൂക്ക തിരിച്ചു വരുന്നു, എന്താണ് പ്രതികരിക്കുന്നത്? ഒരു ജീവിതത്തിൽ നമുക്ക് ഏറ്റവും അധികം സന്തോഷം തോന്നുന്ന ഒരു അവസരങ്ങൾ ഉണ്ടെങ്കിൽ അതിലൊന്നാണ് എനിക്ക് ഈ അവസരം എന്ന് ഞാൻ പറയുള്ളൂ. കാരണം മമ്മൂക്കയുടെ ചിത്രങ്ങൾ ചെയ്താണ് ഞാൻ എന്റെ PR വർക്ക് സിനിമയിൽ തുടങ്ങിയത്. എനിക്ക് എല്ലാവിധ സപ്പോർട്ടും തന്ന ആൾക്കാരാണ് മമ്മൂക്കയും ആൻഡോ ജോസഫും ജോർജ് ചേട്ടനും ഒക്കെ. അപ്പൊ ജോർജ് ചേട്ടന്റെ പോസ്റ്റും ആൻഡോ ജോസഫിന്റെ പോസ്റ്റും ഒക്കെ കണ്ടപ്പോൾ സത്യത്തിൽ സന്തോഷം കൊണ്ട് എന്താ പറയാ ആനന്ദ കണ്ണീരാണ് വരുന്നത്. വാക്കുകൾ പോലും സന്തോഷം കൊണ്ട് ഇടറിപ്പോകുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ട്. അങ്ങനത്തെ ഒരു സിറ്റുവേഷനാണ്. എപ്പോഴും നമ്മളെല്ലാവരും മമ്മൂക്കയുടെ ആരോഗ്യത്തെ കുറിച്ചും എങ്ങനെയായി, എത്രമാത്രം ഓക്കെ ആണ് എന്നൊക്കെയുള്ള ആകാംക്ഷയോടുകൂടി നമ്മൾ പലരോടും ചോദിക്കും. പക്ഷെ എല്ലാ കാര്യങ്ങളും എല്ലാവരോടും വിട്ടു പറയാനും അങ്ങനെയൊക്കെയുള്ള ബുദ്ധിമുട്ടുകളൊക്കെ നമ്മൾക്കും മനസ്സിലാവും. അതുകൊണ്ട് നമ്മളെപ്പോഴും ഇങ്ങനെ എന്താ പറയാ ആഗ്രഹിക്കും, പ്രാർത്ഥിക്കും, എപ്പോഴും സപ്പോർട്ട് ചെയ്യും. അങ്ങനെയുള്ള ഒരു സിറ്റുവേഷൻ ആയിരുന്നു ഉണ്ടായിരുന്നത്. ഇതിൽ ആൻഡോ ജോസഫിന്റെ ആ ഒരു പോസ്റ്റ് കണ്ടപ്പോ സത്യത്തില് എത്രമാത്രം സന്തോഷം ഉണ്ടായെന്ന് പറഞ്ഞറിയിക്കാൻ വയ്യാത്തൊരു അവസ്ഥയിലാണ്. തിരിച്ചു വരിക എന്നുള്ളതാണല്ലോ നമ്മളുടെ എല്ലാവരുടെയും ആഗ്രഹവും. തീർച്ചയായും അതാണ്. മഞ്ജു ഗോപിനാഥാണ് സംസാരിച്ചത്. ഇതുപോലെ നിരവധി പേരാണ് ഇപ്പോൾ പ്രതികരണങ്ങളുമായി രംഗത്തെത്തിയിരിക്കുന്നത്. മമ്മൂട്ടി ആരോഗ്യവാനായി, പൂർണ്ണ ആരോഗ്യവാനായി സിനിമയിലേക്ക്, ജീവിതത്തിലേക്ക് തിരിച്ചെത്തുകയാണ്. ഈ ബുള്ളറ്റിൻ പൂർണ്ണമാവുകയാണ്. ഇനി സ്പോട്ട് ലൈവിൽ ടോം കുര്യാക്കോസ് ചേരും. നമസ്കാരം.